ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 1 വൃന്ദാവന ഗമനം. മംഗളാചരണം. കൃഷ്ണാതീരേ കോകിലാകേളിഗീരേ ഗുഞ്ചാപുഞ്ചേ ദേവപുഷ്പാദികുഞ്ചേ കമ്പുഗ്രീവോക്ഷിതബാഹൂചലന്തൗ രാധാകൃഷ്ണൗ മംഗളം മേ ഭവേദാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. യമുനാ തീരത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണന്മാർ തങ്ങളുടെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഖണ്ഡം ഗുരുവന്ദനത്തോടുകൂടി ആരംഭിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ഒരു ദിവസം നന്ദഗോപർ തൻ്റെ സഹായകരായ നന്ദന്മാരെയും ഉപനന്ദന്മാരെയും വൃഷഭാനുക്കളെയും മറ്റ് വൃദ്ധരായ ഗോപന്മാരെയും വിളിച്ചു വരുത്തിയ ശേഷം ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ഗോപന്മാരെ, ഈ മഹാവനത്തിൽ അനേകം അത്യാഹിതങ്ങൾ സംഭവിക്കുകയാണല്ലോ. അതിനുള്ള പരിഹാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇതു കേട്ട മന്ത്രകുശലനും വൃദ്ധനുമായ സന്നന്ദൻ മറുപടി പറഞ്ഞു: നമ്മൾ ഇവിടം വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അത്യാഹിതങ്ങൾ ഒന്നും എത്തിച്ചേരാൻ പറ്റാത്ത ഇടമായിരിക്കണം. അങ്ങയുടെ പുത്രനായ ശ്രീകൃഷ്ണൻ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനാണ്. ആ ബാലന്റെ എതിരെയാണ് പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ എന്നീ അസുരന്മാരുടെ ആക്രമം ഉണ്ടായതും വൃക്ഷങ്ങൾ നിലം പതിച്ചതും. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടുമാണ് ശ്രീകൃഷ്ണൻ അതിനെയൊക്കെ തരണം ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടം വിട്ട് വൃന്ദാവനത്തിലേക്ക് മാറണം. ഇവിടുത്തെ ആപത്തുകൾ ശമിച്ചാൽ ഇവിടെ തിരിച്ചു വരികയും ചെയ്യാം. നന്ദഗോപന്റെ ചോദ്യത്തിന് ഉത്തരമായി സന്നന്ദൻ വൃന്ദാവനം ഗോകുലത്തിൽ നിന്ന് എത്ര അകലെയാണെന്നും അവിടുത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നും വിവരിച്ചു. ബർഹിഷത്തിൽ നിന്ന് വടക്ക് കിഴക്കും, യദുപുരത്തിൽ നിന്ന് തെക്കും, ശോണപുരത്ത് നിന്ന് പടിഞ്ഞാറും ഭാഗത്തായി നിലകൊള്ളുന്ന ഭൂപ്രദേശമാണ് മധുരാമണ്ഡലം. മധുരാമണ്ഡലത്തിനകത്ത് ഏകദേശം 160 മൈൽ നീളത്തിലും 160 മൈൽ വീതിയിലും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ദിവ്യമധുരാമണ്ഡലം അഥവാ വ്രജം. തീർത്ഥരാജനായ പ്രയാഗ് ദിവ്യമധുരാമണ്ഡലത്തെ പൂജിച്ചിരുന്നു. മധുരാമണ്ഡലത്തിൽ അനേകം വനങ്ങളുണ്ടെങ്കിലും വൃന്ദാവനം ഭഗവാന് പ്രിയപ്പെട്ടതാണ്. ഗോവർദ്ധന പർവ്വതവും കാളിന്തി നദിയും അതിലെ മണൽത്തിട്ടകളും പശുക്കൾക്ക് യഥേഷ്ടം പുല്ല് ലഭിക്കുന്ന മേച്ചിൽ സ്ഥലങ്ങൾ എന്നിവയെല്ലാം കൊണ്ടും വൃന്ദാവനം അനുഗ്രഹീതമാണ്. നന്ദഗോപന്റെ അടുത്ത ചോദ്യത്തിന് ഉത്തരമായി സന്നന്ദൻ തീർത്ഥരാജനായ പ്രയാഗ് വൃന്ദാവനത്തെ പൂജിച്ച കഥയും വിവരിച്ചു. പണ്ട് നൈമിത്തിക പ്രളയകാലത്ത് ഒരു മഹാ അസുരൻ പ്രത്യക്ഷനായി. ആ അസുരന്റെ പേര് ശംഖാസുരൻ എന്നാണ്. ആ അസുരൻ എല്ലാ ദേവന്മാരെയും കീഴടക്കിയ ശേഷം ബ്രഹ്മലോകത്ത് ചെന്നു. അവിടെ ബ്രഹ്മദേവൻ ഉറങ്ങുകയായിരുന്നു. അതു കണ്ട ശംഖാസുരൻ ബ്രഹ്മദേവനിൽ നിന്നും വേദഗ്രന്ഥങ്ങൾ കട്ടെടുത്ത ശേഷം സമുദ്രത്തിൽ പോയി ഒളിച്ചു. അതോടെ ദേവന്മാരുടെ ബലം ക്ഷയിച്ചു. അപ്പോൾ ഭഗവാൻ മത്സ്യാവതാരം കൈക്കൊണ്ട് ശംഖാസുരനോട് യുദ്ധം ചെയ്തു. ആദ്യം അസുരൻ ഭഗവാന്റെ നേരെ ശൂലം പ്രയോഗിച്ചു. എന്നാൽ മത്സ്യദേവൻ സുദർശന ചക്രം തിരിച്ചുപയോഗിച്ച് ആ ശൂലത്തെ ഛിന്ന ഭിന്നമാക്കി. അപ്പോൾ ശംഖാസുരൻ മുഷ്ടി കൊണ്ട് മത്സ്യദേവനെ പ്രഹരിച്ചു. ഇതിൽ കോപാകുലനായ ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് അവന്റെ ശിരസ് അറുത്തു. ശേഷം ഭഗവാൻ പ്രയാഗിൽ ദേവന്മാരോടൊപ്പം ചെന്നിട്ട് വേദങ്ങൾ ബ്രഹ്മദേവന് നൽകുകയും ചെയ്തു. പ്രയാഗിന്റെ അധിഷ്ഠാവിന് തീർത്ഥരാജൻ എന്ന പദം നൽകപ്പെട്ടു. ഗംഗയും യമുനയും തീർത്ഥരാജനെ തരംഗങ്ങളാൽ സേവിച്ചു. അനന്തരം എല്ലാ തീർത്ഥങ്ങളും അവിടെ എത്തിയ ശേഷം തീർത്ഥരാജനെ വണങ്ങി തിരിച്ചുപോയി. പക്ഷേ
മധുരാമണ്ഡലത്തിലെ തീർത്ഥങ്ങൾ വണങ്ങാത്തതിനാൽ ക്രുദ്ധനായ തീർത്ഥരാജൻ മത്സ്യമൂർത്തിയോട് സങ്കടം ഉണർത്തിച്ചു. മധുരാമണ്ഡലം ഹരിയുടെ സ്വന്തം ധാമമായതിനാലാണ് അവിടുത്തെ തീർത്ഥങ്ങൾ ചെല്ലാതിരുന്നത് എന്നായിരുന്നു മത്സ്യമൂർത്തിയുടെ മറുപടി. ഇത് കേട്ടപ്പോൾ തീർത്ഥരാജാവിന് വലിയ വിസ്മയം തോന്നി. തീർത്ഥരാജാവ് മധുരയിലെ വ്രജമണ്ഡലത്തെ പൂജിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്ത ശേഷം തിരിച്ചുപോയി. നന്ദഗോപൻ കേൾക്കുവാനായി സന്നന്ദൻ മറ്റൊരു കഥ കൂടി പറഞ്ഞു. ഹിരണ്യാക്ഷനാൽ പ്രളയജലത്തിൽ ആഴ്ത്തപ്പെട്ട ഭൂമിദേവിയെ വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് തേറ്റപ്പല്ലുകൾക്ക് മുകളിൽ വെച്ച് എടുത്തു പൊക്കിയപ്പോൾ തന്നെ എവിടെയാണ് സ്ഥാപിക്കുക എന്ന് ഭൂമിദേവി ചോദിച്ചു. ആ അവസരത്തിൽ ഭൂമിക്ക് പുറത്തായി നിബിഡമായ വൃക്ഷസമൂഹം അവർക്ക് കാണാൻ ഇടയായി. ഇതു കണ്ട ഭൂമിദേവി ആശ്ചര്യത്തോടെ ഭഗവാനോട് ആ വൃക്ഷസമൂഹം എവിടെയാണെന്ന് ചോദിച്ചു. വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് അടർത്തിയെടുത്ത മധുരാമണ്ഡലമാണ് ആ സ്ഥലം എന്ന് ഭഗവാൻ മറുപടി നൽകി. അവിടെ പ്രളയം ബാധിക്കുകയില്ല എന്നും ഭഗവാൻ അരുളി ചെയ്തു. അതിനാൽ ആ സ്ഥലം വളരെ ഉത്കൃഷ്ടമാണെന്ന് സന്നന്ദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 1-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 2 ഗോവർദ്ധനഗിരിയുടെ ഉത്ഭവവും വ്രജാഗമനവും. നന്ദന്മാരും ഉപനന്ദന്മാരും വൃഷഭാനുക്കളും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. നന്ദഗോപൻ പറഞ്ഞു, അല്ലയോ സന്നന്ദ, അങ്ങ് സർവജ്ഞനാണ്. താങ്കൾ ഗോവർദ്ധന പർവ്വതത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു തന്നാലും അതോടൊപ്പം യമുനാ നദിയുടെ ഉത്ഭവത്തെ പറ്റിയും പറഞ്ഞു തരുമോ? സന്നന്ദൻ പറഞ്ഞു, പണ്ട് ഹസ്തിനാപുരത്തു വെച്ച് ഭീഷ്മ പിതാമഹനോട് പാണ്ഡു മഹാരാജാവ് ഇതേ ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഭീഷ്മർ പറഞ്ഞുകൊടുത്ത സമയത്ത് പാണ്ഡുവിനോടൊപ്പം മറ്റു ജനങ്ങളും ഈയുള്ളവനും കേൾക്കാൻ ഇടയായി. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ജന്മമെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പ്രാണനാഥയായ രാധയോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വിയോഗമോർത്ത് ദുഃഖിക്കേണ്ട, ഞാൻ രാധയെയും ഭൂമിയിൽ കൊണ്ടുപോകാം. അപ്പോൾ രാധാദേവി പറഞ്ഞു, വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവും ഇല്ലാത്ത സ്ഥലത്ത് എനിക്ക് ഒരിക്കലും മനസ്സുഖം ലഭിക്കുകയില്ല. ഇതു കേട്ട ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം ധാമത്തിൽ നിന്നും 84 കോശം എന്നുവെച്ചാൽ ഏകദേശം 28,224 ചതുരശ്ര മൈൽ സ്ഥലം ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ വൃന്ദാവനവും ഗോവർദ്ധനവും യമുനയും 24 വനങ്ങളോടൊപ്പം അടങ്ങുന്ന 84 കോശം വിസ്തൃതമായ ഗോലോകധാമം ഇവിടേക്ക് എത്തിച്ചേർന്നു. ഗോവർദ്ധന പർവ്വതം ജന്മമെടുത്തത് ഭാരതഭൂമിയുടെ പടിഞ്ഞാറു വശത്ത് ശാലമല ദ്വീപിലുള്ള ദ്രോണാചലത്തിന്റെ ഭാര്യയുടെ ഗർഭത്തിലായിരുന്നു. ഗോവർദ്ധനം ജനിച്ച അവസരത്തിൽ ഹിമാലയവും സുമേരുവും അവിടെ എത്തിച്ചേർന്നു. അവർ പ്രണാമങ്ങൾ അർപ്പിച്ച് സ്തുതിച്ച ശേഷം തിരിച്ചുപോയി. അങ്ങനെ ഗോവർദ്ധനം ഗിരിരാജൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഒരിക്കൽ തീർത്ഥയാത്രയ്ക്കായി പുലസ്ത്യമുനി ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ആ മഹർഷി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗോവർദ്ധന പർവ്വതം കാണാനിടയായി. മനോഹരമായ ആ സ്ഥലം തപസ്സു ചെയ്യാൻ പറ്റിയ പ്രദേശമാണെന്ന് മഹർഷിക്ക് തോന്നി. അതോടൊപ്പം ആ പർവ്വതത്തെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും ഉണ്ടായി. അതിനായി മഹർഷി ദ്രോണാചലത്തെ സമീപിച്ചു. ദ്രോണാഗിരി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത ശേഷം മഹർഷി ഇപ്രകാരം പറഞ്ഞു, ദ്രോണ, താങ്കൾ പർവ്വതത്തിന്റെ അധിപതിയാണ്. ഞാൻ കാശിയിൽ താമസിക്കുന്ന പുലസ്ത്യമുനിയാണ്. എനിക്ക് താങ്കളുടെ പുത്രനായ ഗോവർദ്ധനത്തെ ഭിക്ഷയായി നൽകണം. ഗോവർദ്ധനത്തെ വിശ്വനാഥന്റെ വാസസ്ഥലമായ കാശിയിൽ പ്രതിഷ്ഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതു കേട്ട ദ്രോണാചലത്തിന്റെ മിഴികൾ പുത്രസ്നേഹത്താൽ നിറഞ്ഞു. അപ്പോൾ ദ്രോണാചലം മഹർഷിയോട് പറഞ്ഞു, അല്ലയോ മഹർഷി, ഞാൻ പുത്രസ്നേഹത്താൽ വ്യാകുലനാണ്. കാരണം ഈ പുത്രൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്.
പക്ഷേ താങ്കളുടെ ശാപം ഭയന്ന് ഞാൻ എൻ്റെ പുത്രനെ അങ്ങേക്കു വിട്ടു നൽകാം. ശേഷം ദ്രോണാചലം മഹർഷിയുടെ ഒപ്പം പോകാൻ പുത്രന് അനുവാദം നൽകുകയും ചെയ്തു. മഹർഷി ഗോവർദ്ധനത്തെ സമീപിച്ചപ്പോൾ തന്നെ ഏത് വിധത്തിലാണ് എടുത്തുകൊണ്ടു പോവുക എന്ന് ഗോവർദ്ധനം ചോദിച്ചു. കാശി എത്തുന്നത് വരെ തൻ്റെ കയ്യിലിരുന്നു കൊണ്ട് സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും എന്ന് മഹർഷി പറഞ്ഞു. അപ്പോൾ ഗോവർദ്ധന പർവ്വതം പുലസ്ത്യ മുനിയോട് കാശിയിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തന്നെ കയ്യിൽ നിന്നിറക്കി ഭൂമിയിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവിടെ നിന്നും പൊങ്ങി വരില്ലെന്ന് ഒരു പ്രതിജ്ഞയുണ്ടെന്ന് പറഞ്ഞു. മഹർഷി അത് സമ്മതിക്കുകയും ചെയ്തു. തുടർന്ന് ഗോവർദ്ധനം തൻ്റെ പിതാവിനെ പ്രണമിച്ച് മുനിയുടെ കയ്യിൽ സ്വയം ചെറുതായിക്കൊണ്ട് കയറിയിരുന്നു. അവർ യാത്ര തുടങ്ങി. അങ്ങനെ വ്രജമണ്ഡലത്തിലെത്തി. ഗോവർദ്ധനത്തിന് പൂർവജന്മസ്മൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമെന്നും ഗോപികമാരോടൊപ്പം ലീലകൾ ആടുമെന്നും അറിയാമായിരുന്നു. അവിടം വിട്ടു പോകാതിരുന്നാൽ കൊള്ളാമെന്നുമായി ഒരു ചിന്ത ഗോവർദ്ധനത്തിന്റെ മനസ്സിൽ ഉദിച്ചു. ഇപ്രകാരം ആലോചിച്ച് മുനിയുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് ഗോവർദ്ധനം തന്റെ ഭാരം വർദ്ധിപ്പിച്ചു. അതോടെ മഹർഷി വളരെ ക്ഷീണിതനായി. ഗോവർദ്ധനം നേരത്തെ പറഞ്ഞ പ്രതിജ്ഞ ഓർക്കാതെ മഹർഷി പർവ്വതത്തെ കയ്യിൽ നിന്നും താഴെ ഇറക്കി വെച്ചു. ശൗചക്രിയ കഴിഞ്ഞ് സ്നാനം ചെയ്ത് തിരിച്ചു വന്ന മഹർഷി അതിനെ എടുത്ത് പൊക്കാൻ നോക്കിയപ്പോൾ സാധ്യമായില്ല. മഹർഷി തന്റെ തേജസ്സും ശക്തിയും ഉപയോഗിച്ച് അതിനെ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ഗോവർദ്ധന പർവ്വതം ഒട്ടും തന്നെ അനങ്ങിയില്ല. പർവ്വതം അനങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് മഹർഷി ചോദിച്ചതിന് ഉത്തരമായി ഗോവർദ്ധനം പുലസ്ത്യ മുനിയെ തന്റെ പ്രതിജ്ഞ ഓർമ്മിപ്പിച്ചു. ഇതു കേട്ട മുനിശ്രേഷ്ഠന്റെ ഇന്ദ്രിയങ്ങൾ ക്രോധത്താൽ ചഞ്ചലമായി. തന്റെ പരിശ്രമം പാഴായി പോയതിനാൽ മഹർഷി ഗോവർദ്ധനത്തെ ഇപ്രകാരം ശപിച്ചു. ഹേ പർവ്വതമേ, നീ എൻ്റെ ആഗ്രഹം സാധിച്ചു നൽകിയില്ല. അതിനാൽ ദിവസം തോറും വലിപ്പം കുറഞ്ഞു കുറഞ്ഞു പോകട്ടെ. ഇപ്രകാരം പറഞ്ഞ് മഹർഷി കാശിയിലേക്ക് പോയി. അന്നു തൊട്ട് ഗോവർദ്ധനത്തിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണ്. ഗോവർദ്ധനത്തിന്റെ ഈ ചരിത്രം ശ്രവിക്കുന്നത് വളരെ പുണ്യദായകമാണെന്നും സന്നദ്ധൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 2-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. പർവ്വത പ്രതിനിധികൾ ഗോവർദ്ധനത്തെ സ്തുതിച്ച ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ത്വം സാക്ഷാൽ കൃഷ്ണചന്ദ്രസ്യ പരിപൂർണതമസ്യ ച ഗോലോകേ ഗോഗഗണൈരുക്തേ ഗോപീ ഗോപാല സംയുതേ ത്വം ഹി ഗോവർദ്ധനോ നാമ വൃന്ദാരണ്യേ വിരാജസേ ത്വം നോ ഗിരീണാം സർവേഷാം ഗിരിരാജോ അസി സാമ്പ്രതം നമോ വൃന്ദാവനാംഗായ തുഭ്യം ഗോലോകമൗലിനേ പൂർണ്ണബ്രഹ്മാതപത്രായ നമോ ഗോവർദ്ധനായ ച. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 3 യമുനയുടെ ഗോലോകത്തിൽ നിന്നുള്ള വരവും പുനഃപ്രവേശനവും ഗംഗയുടെ ആഗമനവും. നന്ദന്മാരും ഉപനന്ദന്മാരും വൃഷഭാനുക്കളും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. സന്നദ്ധൻ തുടർന്നു പറഞ്ഞു. ഭഗവാൻ യമുനയോട് ഭൂമിയിലേക്ക് വരാൻ ആജ്ഞാപിച്ചപ്പോൾ യമുന ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് ഭൂമിയിലേക്ക് വരാൻ ഒരുങ്ങി. ആ അവസരത്തിൽ വിരജയും ബ്രഹ്മദ്രവത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗയും യമുനയിൽ ചേർന്നു. അങ്ങനെ ഒഴുകിച്ചെന്ന് വാമനദേവന്റെ ഇടതുകാലിന്റെ നഖം കൊണ്ടുണ്ടാക്കിയ ദ്വാരത്തിലൂടെ ഗംഗയോടൊപ്പം യമുന ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിച്ച ശേഷം ധ്രുവമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അജിതദേവന്റെ ലോകത്തിലൂടെയും ബ്രഹ്മലോകത്തിലൂടെയും അതുകഴിഞ്ഞ് മറ്റ് സ്വർഗലോകങ്ങളിലൂടെയും സഞ്ചരിച്ച് സുമേരു പർവ്വതത്തിന്മേൽ ശക്തിയായി വീണു. സുമേരു പർവ്വതത്തിന്റെ ദക്ഷിണഭാഗത്തെത്തിയപ്പോൾ യമുന ഗംഗയിൽ നിന്നും വേർപെട്ടു. ശേഷം ഗംഗ ഹിമവൽ പർവ്വതത്തിൽ ചെന്ന് പതിച്ചു. എന്നാൽ യമുന കളിന്ദ ശിഖരം എന്ന പർവ്വതത്തിലാണ് എത്തിയത്. ആ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടതിനാൽ യമുനയ്ക്ക് കാളിന്തി എന്ന നാമം ലഭിച്ചു. അവിടെ നിന്നും ഒഴുകി കാളിന്തി ഖാണ്ഡവ വനത്തിലെത്തി. യമുന ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ പതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി യമുന ദിവ്യരൂപമെടുത്ത്
ഖാണ്ഡവവനത്തിൽ തപസ്സാരംഭിച്ചു. യമുനാദേവിയുടെ പിതാവായ സൂര്യദേവൻ വെള്ളത്തിനടിയിൽ ഒരു ദിവ്യഗൃഹം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഖാണ്ഡവവനത്തിൽ നിന്ന് സഞ്ചരിച്ച് കാളിന്തി നദി വൃന്ദാവനത്തിന്റെയും മധുരയുടെയും അടുത്തെത്തി. ഗോകുലത്തിലെത്തിയപ്പോൾ യമുന സ്വന്തം നേതൃത്വത്തിൽ ഗോപകിശോരിമാരുടെ ഒരു യൂഥം ഉണ്ടാക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തു. വീണ്ടും മുൻപോട്ട് പോയ ശേഷം പശ്ചിമ ദിക്കിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ യമുന ഉത്തമ തീർത്ഥമായ പ്രയാഗയിൽ ചെന്നെത്തി. അവിടെ ഗംഗയുമായി സംഗമിച്ച് ഗംഗയും യമുനയും കൂടി ക്ഷീരസാഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ദേവന്മാർ പുഷ്പങ്ങൾ വർഷിക്കുകയും ദിഗ്വിജയ സൂചകമായി ജയാഘോഷം മുഴക്കുകയും ചെയ്തു. അപ്പോൾ യമുനയും ഗംഗയും അന്യോന്യം പ്രകീർത്തിച്ചുകൊണ്ട് വല്ല അപരാധവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാപ്പ് അപേക്ഷിച്ചും കൊണ്ട് തിരിച്ചുപോയി. ശേഷം പവിത്രയായ ഗംഗ അനേകം ലോകങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പോവുകയും അവിടെ ഭോഗവതി വനത്തിൽ ചെന്നിട്ട് ഭോഗവതി എന്ന പേരിൽ പ്രശസ്തയാവുകയും ചെയ്തു. യമുനയാകട്ടെ സപ്തസാഗര മണ്ഡലങ്ങളെ ഭേദിച്ച് 7 ലോകങ്ങളിലും സഞ്ചരിച്ച് സ്വർഗലോകത്തിലും ബ്രഹ്മലോകത്തിലൂടെയും ഒഴുകി. അങ്ങനെ വൈകുണ്ഠത്തിൽ പ്രവേശിച്ച ശേഷം യമുന ചെന്നെത്തിയത് ഗോലോക വൃന്ദാവനത്തിൽ ആയിരുന്നു. യമുനയുടെ ഈ മംഗളമയമായ ചരിത്രത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് മംഗളം ലഭിക്കും. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 3ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. യമുന ഗംഗയെ പ്രകീർത്തിക്കുന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹേ ഗംഗേ ത്വന്തു ധന്യാസി സർവബ്രഹ്മാണ്ഡ പാവനി കൃഷ്ണപാദാബ്ജ സംഭൂത സർവലോകൈകവന്ദിത ഊർധ്വം യാമിഹരേർലോകം ഗച്ഛത്വമഭിഹേ ശുഭേ ത്വൽസമാനം ന തീർത്ഥം ഹി ദിവ്യം ച ന ഭൂതം ന ഭവിഷ്യതി സർവതീർത്ഥമയീ ഗംഗാ തസ്മാത് ത്വം പ്രണമാമ്യഹം യത്കിഞ്ചിത് വാ പ്രഗതിധം തത്ക്ഷമസ്വ സുമംഗലേ. ഗംഗ യമുനയെ പ്രകീർത്തിക്കുന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹേ കൃഷ്ണേ ത്വം തു ധന്യാസി സർവബ്രഹ്മാണ്ഡ പാവനി കൃഷ്ണവാമാംഗ സംഭൂത പരമാനന്ദരൂപിണി പരിപൂർണതമാ സാക്ഷാൽ സർവലോകൈകവന്ദിത പരിപൂർണതമസ്യാപി ശ്രീകൃഷ്ണസ്യ മഹാത്മനാ പട്ടരാജ്ഞീം പരാം കൃഷ്ണേ കൃഷ്ണാ ത്വാം പ്രണമാമ്യഹം യത്കിഞ്ചിൽ മേ പ്രഗതിദം തൽക്ഷമസ്വ ഹരിപ്രിയേ. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 4 വൃന്ദാവന ഗമനം വത്സാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: സന്നന്ദന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം നന്ദൻ ഗോപഗണങ്ങളോടൊപ്പം വൃന്ദാവനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുതിരകളെയും രഥങ്ങളെയും സജ്ജമാക്കിയ ശേഷം രോഹിണിയെയും മറ്റ് ഗോപാംഗനമാരെയും കൂട്ടി നന്ദഗോപൻ രഥത്തിൽ കയറി. അനേകം കുതിരവണ്ടികളിലായി രാമകൃഷ്ണന്മാരോടൊപ്പം ആബാലവൃദ്ധരും ഗോപീഗോപന്മാരും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അതോടൊപ്പം വൃഷഭാനു തന്റെ പുത്രിയായ രാധയെ മടിയിലിരുത്തി പത്നി സമേതം ആനപ്പുറത്തിരുന്ന് വൃന്ദാവനത്തിലേക്ക് പോയി. ഗോപന്മാർ യാത്രാമധ്യേ ശംഖ് വിളിക്കുകയും ധ്വനികൾ മുഴക്കുകയും ചെയ്തിരുന്നു. നന്ദന്മാരും ഉപനന്ദന്മാരും 6 വൃഷഭാനുക്കളും അവരുടെ ബന്ധുക്കളും അനേകം പശുക്കളും സഹിതം വൃന്ദാവനത്തിലേക്ക് യാത്രയായി. എല്ലാ ഗോപീഗോപന്മാരും വൃന്ദാവനത്തിൽ പ്രവേശിച്ച ശേഷം വെവ്വേറെ കുടിലുകൾ ഉണ്ടാക്കി പലയിടത്തായി താമസം തുടങ്ങി. വൃഷഭാനു സ്വന്തം ആവശ്യത്തിനായി 4 യോജന വിസ്താരത്തിൽ വൃഷഭാനുപുരം എന്നൊരു നഗരമുണ്ടാക്കി.
മഞ്ഞപ്പട്ട് ധരിച്ചും ഓടക്കുഴൽ വിളിച്ചും കൊണ്ട് ശ്രീകൃഷ്ണനും നീലപ്പട്ട് ധരിച്ചുകൊണ്ട് ബലരാമനും നന്ദനഗരത്തിലും വൃഷഭാനുപുരത്തിലും മറ്റ് ഗോപബാലകരോടൊപ്പം ബാലലീലകളിൽ ഏർപ്പെടുകയും പശുക്കളെ മേയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കംസൻ അയച്ച വത്സാസുരൻ എന്ന പശുവിന്റെ രൂപത്തിലുള്ള അസുരൻ ആ ഗോപബാലകർ മേയ്ച്ചിരുന്ന പശുക്കളുടെ കൂട്ടത്തോടൊപ്പം ചേർന്നു. അതു മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ ആ അസുരന്റെ അടുത്തു ചെന്നു. പെട്ടെന്ന് അസുരൻ തന്റെ പിൻകാലുകൾ കൊണ്ട് ശ്രീകൃഷ്ണന്റെ ചുമലിൽ പ്രഹരിച്ചു. അതു കണ്ട് മറ്റ് ഗോപബാലകന്മാർ ഓടിപ്പോയെങ്കിലും കൃഷ്ണൻ വത്സാസുരന്റെ കാലുകൾ പിടിച്ച് കറക്കി നിലത്തടിച്ചു. ശേഷം ഭഗവാൻ ആ അസുരനെ എടുത്ത് ഒരു കബിത്ത വൃക്ഷത്തിൽ അടിച്ചു. അതോടെ ആ അസുരൻ മരിച്ചു. കൂട്ടത്തിൽ ആ വൃക്ഷവും അതു ചെന്ന് വീണ് മറ്റ് വൃക്ഷങ്ങളും നിലം പതിച്ചു. ഗോപബാലന്മാർ ഭഗവാനെ അഭിനന്ദിച്ചു. ദേവന്മാർ ജയാരവം മുഴക്കിക്കൊണ്ട് പൂക്കൾ വർഷിച്ചു. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ശ്രീനാരദൻ വത്സാസുരന്റെ പൂർവചരിത്രം വിവരിച്ചു. മുരാസുരന് പ്രമീളൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ആ അസുരൻ അതിശക്തനാകയാൽ ദേവന്മാരെ പോലും കീഴടക്കിയിരുന്നു. ഒരു ദിവസം പ്രമീളൻ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ മഹർഷിയുടെ ഹോമധേനുവായ നന്ദിനിയെ കണ്ടു. ആ പശുവിനെ കൈക്കലാക്കാൻ പ്രമീളൻ ബ്രാഹ്മണവേഷം ധരിച്ച ശേഷം വസിഷ്ഠ മഹർഷിയെ സമീപിച്ച് ആ പശുവിന് വേണ്ടി യാചിച്ചു. വസിഷ്ഠ മഹർഷി ദിവ്യദൃഷ്ടിയാൽ എല്ലാം മനസ്സിലാക്കുകയും മൗനം അവലംബിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാം മനസ്സിലാക്കിയ നന്ദിനി പശു പ്രമീളനെ ഇപ്രകാരം ശപിച്ചു: നീ മുരന്റെ പുത്രനായ അസുരനാണ്. നീ ബ്രാഹ്മണവേഷം ധരിച്ച് എന്നെ അപഹരിക്കാൻ ശ്രമിച്ചതിനാൽ നീ പശുക്കുട്ടിയായി മാറട്ടെ. ഉടനെ ആ അസുരൻ ഒരു പശുക്കുട്ടിയായി മാറി. തന്നെ രക്ഷിക്കണം എന്ന് പ്രമീളൻ നന്ദിനിയോടും വസിഷ്ഠ മഹർഷിയോടും അപേക്ഷിച്ചു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ പശുക്കളെ മേച്ചു വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ച ശേഷം പ്രമീളന് മോക്ഷം ലഭിക്കുമെന്ന് നന്ദിനി അനുഗ്രഹിച്ചു. അങ്ങനെ ആ ശാപവും ശാപമോക്ഷവും കാരണം വത്സാസുരന് മുക്തി ലഭിച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 4-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 5 ബകാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം കൃഷ്ണനും ബലരാമനും മറ്റ് ഗോപബാലകരും പശുക്കളെ മേയ്ക്കാൻ യമുനാ തീരത്തേക്ക് പോയി. അപ്പോൾ അവിടെ കൊക്കിന്റെ രൂപത്തിലുള്ള ബകൻ എന്ന അസുരനെ കണ്ടു. ശ്വേതപർവ്വതത്തെ പോലെ അതിഭയങ്കരനായിരുന്നു ആ ബകാസുരൻ. ആ അസുരനെ കണ്ട ഗോപബാലന്മാർ പേടിച്ചോടി. അപ്പോൾ ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ബകാസുരൻ കൊത്തിയെടുത്ത് വിഴുങ്ങി. ഇതു കണ്ട ഗോപബാലന്മാർ പേടിച്ച് കരഞ്ഞു. ആ സമയത്ത് ഹാഹാകാരം മുഴക്കിക്കൊണ്ട് എല്ലാ ദേവന്മാരും അവിടെ എത്തി. ഇന്ദ്രൻ വജ്രായുധം എടുത്ത് ബകാസുരനെ പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ് ബകാസുരൻ താഴെ വീണെങ്കിലും ഉടനെ തന്നെ എഴുന്നേറ്റു. ഇതു കണ്ട് കോപിഷ്ഠനായ ബ്രഹ്മദേവൻ ബ്രഹ്മദണ്ഡം കൊണ്ട് ബകാസുരനെ പ്രഹരിച്ചു. അല്പനിമിഷം അവൻ നിലത്തു വീണു കിടന്നെങ്കിലും പിന്നെയും അവൻ എഴുന്നേറ്റു. അപ്പോൾ ഭഗവാൻ ശിവൻ ബകാസുരന്റെ നേരെ ത്രിശൂലം പ്രയോഗിച്ചു. അതിനാൽ ബകാസുരന് സാരമായ പരിക്കുകൾ ഏറ്റെങ്കിലും മരണം സംഭവിച്ചില്ല. ശേഷം വായുദേവൻ വായവ്യാസ്ത്രം പ്രയോഗിച്ചു. കുറച്ചുനേരം ബകാസുരൻ വായുവിൽ നിന്നെങ്കിലും അവന്റെ ശക്തിയാൽ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് യമരാജൻ യമദണ്ഡം ബകാസുരന്റെ മേൽ പ്രയോഗിച്ചെങ്കിലും ബകാസുരന് ഒരു ക്ഷതം പോലും ഏറ്റില്ല. ഇതിൽ ക്ഷുഭിതനായ സൂര്യദേവൻ ബകാസുരന്റെ നേരെ അനേകം ബാണങ്ങൾ അയച്ചു. മൂർച്ചയേറിയ ആ ബാണങ്ങൾ ബകാസുരന്റെ ചിറകിൽ തറച്ചുവെങ്കിലും യാതൊന്നും അവന് സംഭവിച്ചില്ല.
ഇതു കണ്ട കുബേരൻ തന്റെ മൂർച്ചയുള്ള വാൾ അവന്റെ നേരെ പ്രയോഗിച്ചു. അതോടെ ബകാസുരന്റെ ഒരു ചിറകിന് പരിക്കേറ്റു. എന്നിട്ടും മരിക്കാത്ത ആ ബകാസുരന്റെ മേൽ സോമദേവൻ നീഹാരാസ്ത്രം പ്രയോഗിച്ചു. അത് ബകാസുരനെ ശീതപീഡിതനാക്കിയെങ്കിലും അവന്റെ ശക്തിയാൽ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം അഗ്നിദേവൻ ആഗ്നേയാസ്ത്രവും ഭദ്രകാളി ഗദയും സ്കന്ദൻ ശൂലവും പ്രയോഗിച്ചെങ്കിലും ബകാസുരന് യാതൊരു ക്ഷതവും ഉണ്ടായില്ല. അതോടെ കോപിഷ്ഠനായ ആ അസുരൻ സകല ദേവന്മാരെയും തന്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തിരിച്ചാക്രമിച്ചു. അതോടെ ദേവന്മാർ എല്ലാവരും പലായനം ചെയ്തു. അപ്പോൾ ബകാസുരന്റെ ഉള്ളിലിരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ശരീരം വലുതാക്കി. അതുകാരണം ആ അസുരന് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും തുടർന്ന് ശ്രീകൃഷ്ണനെ പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. എന്നിട്ട് ബകാസുരൻ വീണ്ടും മൂർച്ചയുള്ള കൊക്കുകൊണ്ട് ഭഗവാനെ കൊത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ 2 കൈകളും ഉപയോഗിച്ച് അവന്റെ കൊക്ക് 2ആയി പിളർത്തി. അതോടെ ബകാസുരൻ വധിക്കപ്പെടുകയും ബകാസുരന്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറത്തു വന്ന ശേഷം ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു. ദേവന്മാർ ജയാരവം മുഴക്കുകയും ശ്രീകൃഷ്ണനുമേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. ഗോപബാലന്മാർ ആശ്ചര്യചകിതരായിക്കൊണ്ട് ഭഗവാനെ കെട്ടിപ്പുണർന്നു. ശേഷം രാമകൃഷ്ണന്മാരും ഗോപബാലരും സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ ഈ അത്ഭുത ലീല ഗോപബാലന്മാർ ഗോപന്മാരോട് വിസ്തരിച്ചു വർണ്ണിച്ചു. അതു കേട്ട ഗോപന്മാരും അത്യധികം വിസ്മിതരായി. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ബകാസുരന്റെ പൂർവവൃത്താന്തം ശ്രീനാരദൻ വിവരിച്ചു. ഹയഗ്രീവൻ എന്ന ദൈത്യന് ഒരു പുത്രനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ഉൽക്കലൻ. അവൻ യുദ്ധത്തിൽ ദേവന്മാരെ പോലും പരാജയപ്പെടുത്തിയിരുന്നു. ആ അസുരൻ മറ്റനേകം രാജാക്കന്മാരെയും മനുഷ്യരെയും പരാജയപ്പെടുത്തിയ ശേഷം അവരുടെ രാജ്യസമ്പത്ത് അപഹരിച്ചെടുത്ത് അനേകം വർഷങ്ങൾ സുഖഭോഗങ്ങൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് ആ അസുരൻ ഗംഗാസാഗര സംഗമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ജാജലി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നെത്തിപ്പെട്ടു. ആ ആശ്രമത്തിലുള്ള ജലാശയത്തിൽ ചൂണ്ടയിട്ട് അസുരൻ മീൻ പിടിക്കാനും തുടങ്ങി. അതു കണ്ട മഹർഷി അവനെ തടഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ മാനിക്കാതെ അവൻ വീണ്ടും വീണ്ടും മീൻ പിടിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ കോപിഷ്ഠനായ ജാജലി മഹർഷി അവനെ ഒരു കൊക്കായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആ അസുരൻ പെട്ടെന്ന് കൊക്കായി പരിണമിച്ചു. സർവഗർവം നശിച്ച ആ അസുരൻ മഹർഷിയോട് ക്ഷമാപണം നടത്തിയ ശേഷം ഇപ്രകാരം അപേക്ഷിച്ചു: അല്ലയോ മഹർഷി, എന്നെ രക്ഷിച്ചാലും. അങ്ങയെ പോലുള്ള മഹാത്മാക്കളുടെ സമ്പർക്കം മോക്ഷത്തിന് കാരണമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അപമാനത്തിലും സുഖത്തിലും ദുഃഖത്തിലും സമഭാവന വച്ച് പുലർത്തുന്ന അങ്ങാണ് യഥാർത്ഥ സന്യാസി. ബ്രഹ്മപദവും ഇന്ദ്രപദവും രാജ്യപദവിയും യോഗസിദ്ധിയും എല്ലാം അങ്ങയെപ്പോലെ മഹാമുനിമാരുടെ കൃപ കൊണ്ട് ലഭ്യമാകുന്നു. ഉൽക്കലന്റെ ഈ വിനീതമായ വാക്കുകൾ കേട്ടപ്പോൾ ജാജലി മഹർഷി സന്തുഷ്ടനായി. മഹർഷി ഉൽക്കലനോട് ഇപ്രകാരം പറഞ്ഞു: വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തോടുകൂടി മധുരദേശത്ത് സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പശുക്കളെ മേച്ചു നടക്കും. അപ്പോൾ നീ ഭഗവാനിനാൽ വധിക്കപ്പെട്ട് ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേരും. ഇപ്രകാരം ബകാസുരനായി മാറിയ ഉൽക്കലൻ എന്ന അസുരൻ ജാജലി മഹർഷിയുടെ അനുഗ്രഹത്താൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 5ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 6 അഘാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം കൃഷ്ണൻ ഗോപബാലകരോടൊപ്പം പശുക്കളെ മേയ്ക്കാൻ കാളിന്തി നദീതീരത്തേക്ക് പോയി. ആ സമയത്ത് അഘാസുരൻ എന്ന അസുരൻ
ഒരു കോശം അഥവാ 6 മൈൽ നീളമുള്ള പെരുമ്പാമ്പിന്റെ ശരീരവുമായി വായ തുറന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് ദർശിക്കുമ്പോൾ അത് ഒരു വലിയ പർവ്വതത്തിന്റെ പ്രതീതി ഉളവാക്കിയിരുന്നു. അതൊരു ഗുഹയാണെന്ന് ധരിച്ച് ഗോപബാലന്മാരും പശുക്കളും അതിനുള്ളിലേക്ക് കടന്നു. അവരുടെ രക്ഷയ്ക്കായി ബലരാമനോടൊപ്പം ശ്രീകൃഷ്ണനും അസുരന്റെ വായയിലേക്ക് പ്രവേശിച്ചു. സർപ്പരൂപധാരിയായ ആ അസുരൻ എല്ലാവരെയും വിഴുങ്ങിയപ്പോൾ ദൈത്യന്മാർ സന്തോഷിച്ചു. എന്നാൽ ദേവകൾ പരിഭ്രാന്തരായി. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ സച്ചിദാനന്ദ സ്വരൂപം വലുതാക്കാൻ തുടങ്ങി. അതോടെ ആ അസുരന്റെ മസ്തകം പിളർന്ന് ആത്മാവ് പുറത്തേക്ക് വന്ന ശേഷം ശ്രീകൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നു. തുടർന്ന് പശുക്കളോടും ബാലകന്മാരോടുമൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പെരുമ്പാമ്പിന്റെ വായയിൽ നിന്നും പുറത്തേക്ക് വന്നു. ജീവനറ്റ പോലെ കിടന്ന ബാലകന്മാരെയും പശുക്കളെയും ഭഗവാൻ തന്റെ കൃപാദൃഷ്ടി കൊണ്ട് ഉണർത്തി. അതു കണ്ട ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി അഘാസുരന്റെ പൂർവവൃത്താന്തം നാരദ മഹർഷി വിവരിച്ചു. ശംഖാസുരന് അഘൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. യൗവനകാലത്ത് അവൻ അതിസുന്ദരനായിരുന്നു. ഒരു ദിവസം മലയാചലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന അഷ്ടാവക്രമുനിയെ അവൻ കണ്ടു. അഷ്ടാവക്രമുനിയുടെ രൂപം കണ്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കി, "ഇതെന്ത് കുരൂപമാണ്?" ഇതിൽ കോപിഷ്ഠനായ ആ മഹർഷി ഇപ്രകാരം ശപിച്ചു, "ദുർമതേ, ഭൂമിയിൽ സർപ്പങ്ങളുടെ ജാതി കുരൂപമായതിനാൽ നീ സർപ്പമായി തീരും." അപ്പോൾ ആ ദൈത്യന്റെ അഹംഭാവം ശമിക്കുകയും മഹർഷിയുടെ ചരണാരവിന്ദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അതിൽ പ്രസന്നനായ മഹർഷി ഇങ്ങനെ അനുഗ്രഹിച്ചു, "സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് സർപ്പരൂപത്തിൽ നിന്നും മുക്തി ലഭിക്കും." അങ്ങനെ അഷ്ടാവക്ര ശാപത്താൽ സർപ്പാകൃതി പൂണ്ട അഘാസുരൻ പരമപദം പ്രാപിച്ചു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 6ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2, വൃന്ദാവന ഖണ്ഡം. അധ്യായം 7. ഗോപബാലകരെയും പശുക്കുട്ടികളെയും ബ്രഹ്മാവ് അപഹരിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു, അഘാസുരനെ വധിച്ച ശേഷം കൃഷ്ണൻ ഗോപബാലകരെയും പശുക്കുട്ടികളെയും കൂട്ടി യമുനാ തടത്തിലേക്ക് പോയിട്ട് ഇപ്രകാരം പറഞ്ഞു, "പ്രിയ ചങ്ങാതിമാരെ, ഈ യമുനാ തീരം വളരെ സുന്ദരമാണ്. പകലിന്റെ ഒരു യാമം കഴിഞ്ഞതിനാൽ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാം. അതാകുമ്പോൾ പശുക്കുട്ടികൾക്ക് ഇവിടെ വെള്ളം കുടിക്കുകയും പുല്ല് മേഞ്ഞു നടക്കുകയും ചെയ്യാമല്ലോ." ഗോപബാലകർ അത് സമ്മതിച്ചു. അങ്ങനെ ഗോപബാലകർ ഭക്ഷണം കഴിക്കാൻ യമുനാ തടത്തിൽ ഇരുന്നു. എന്നാൽ ചില ഗോപബാലകർ തങ്ങൾക്കു കഴിക്കാൻ ഭക്ഷണപ്പൊതി ഇല്ല എന്ന് വിഷമത്തോടെ ഭഗവാനോട് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ അവർക്ക് വേണ്ടത്ര ഭക്ഷണം നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഉരുളകൾ അന്യോന്യം മാറ്റിയും തട്ടിപ്പറിച്ചും വാരിക്കൊടുത്തും മറ്റുമായി അത്യാഹ്ലാദത്തോടെ ഭക്ഷണം കഴിച്ചു. അതിനിടയിൽ ഭഗവാൻ തന്റെ മധുരം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് ഗോപബാലകരെ ചിരിപ്പിച്ചു. യജ്ഞഭോക്താവായ ഭഗവാൻ ഈ വിധത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ട ദേവന്മാർ ആശ്ചര്യചകിതരായി. അപ്പോഴേക്കും പശുക്കൾ പുല്ല് അന്വേഷിച്ചുകൊണ്ട് തൊട്ടടുത്ത ഗഹനമായ വനത്തിലേക്ക് പോയി. ഗോപബാലകർ ഭയത്താൽ വ്യാകുലരായി. ശ്രീകൃഷ്ണ ഭഗവാൻ പശുക്കുട്ടികളെ തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹകളിലും ഗഹനമായ വനത്തിലും പശുക്കുട്ടികളെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഇതെല്ലാം കണ്ട ബ്രഹ്മദേവൻ അവിടെ എത്തിയ ശേഷം ഇപ്രകാരം ചിന്തിച്ചു, "ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ല, ഏതോ ഒരു ഗോപബാലൻ മാത്രമാണ്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ ഗോപബാലകരോടൊപ്പം ഇത്രയും അപവിത്രമായ ഭക്ഷണം എന്തിനു കഴിക്കണം?" ഭഗവാന്റെ മായയിൽപ്പെട്ട ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ച ശേഷം
ഭഗവാന്റെ മനോജ്ഞ മഹിമ അറിയാൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് മുഴുവൻ ഗോപബാലകരെയും പശുക്കുട്ടികളെയും അപഹരിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 7-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 8 ശ്രീകൃഷ്ണ ദർശന വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: ബ്രഹ്മാവിന്റെ വിക്രിയ അറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്ത മട്ടിൽ ഗോപബാലകരെയും പശുക്കുട്ടികളെയും അന്വേഷിച്ചു നടന്നു. അതിനുശേഷം വിശ്വവിധായകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവ് അപഹരിച്ചു കൊണ്ടുപോയ ഗോപബാലകരെയും പശുക്കുട്ടികളെയും സ്വന്തം ലീലയാൽ യാതൊരു വ്യത്യാസം കൂടാതെ സൃഷ്ടിച്ചു. അങ്ങനെ സൂര്യാസ്തമയത്തോടു കൂടി ഭഗവാൻ എല്ലാ ഗോപബാലകരോടും പശുക്കുട്ടികളോടും കൂടെ നന്ദഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗോപബാലന്മാർ അതാത് വീടുകളിൽ പ്രവേശിച്ചു. പശുക്കുട്ടികൾ അതാത് ആലകളിലേക്കും പ്രവേശിച്ചു. ഗോപികമാർ സ്വന്തം കുട്ടികളുടെ രൂപത്തിൽ വന്നെത്തിയ കൃഷ്ണനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും പാല് കുടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗോപികമാരും പശുക്കളും ഭഗവാൻ കൃഷ്ണന്റെ മാതാക്കളായി മാറി. ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്. അങ്ങനെ 1 വർഷത്തോളം പിന്നിട്ടു. ഒരു ദിവസം ഗോപികമാർക്കും പശുക്കൾക്കും സ്വന്തം ശിശുക്കളോടുള്ള സ്നേഹാധിക്യം കണ്ട ബലരാമൻ അത്ഭുതപ്പെട്ടിട്ട് ഇപ്രകാരം ചിന്തിച്ചു: 1 വർഷത്തോളം ഇവിടെ എന്താണ് നടക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും എല്ലാവർക്കും സ്നേഹം വർദ്ധിച്ചു വരുന്നു. ഇനി ഇത് ആരുടെയെങ്കിലും മായയാണോ? തുടർന്ന് ബലരാമൻ കണ്ണടച്ച് തന്റെ ദിവ്യദൃഷ്ടിയാൽ ഭൂതഭാവി വർത്തമാന കാലങ്ങളെ നോക്കിക്കണ്ടു. അപ്പോൾ ബലരാമന് മുഴുവൻ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് കാണാൻ സാധിച്ചു. ഗോവർദ്ധനത്തിന്റെ വടക്കുവശത്തും യമുനയുടെ തെക്കുവശത്തുമായി സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം മുഴുവൻ കൃഷ്ണമയമായി ബലരാമൻ കണ്ടു. ബലരാമൻ തന്റെ അനുജന്റെ സമീപത്തേക്ക് ഓടിച്ചെന്ന് കൃഷ്ണനെ പ്രശംസിച്ചു. അപ്പോഴേക്കും ബ്രഹ്മാവ് അവിടെ എത്തിച്ചേർന്നു. പശുക്കുട്ടികളെയും ഗോപബാലരെയും അതോടൊപ്പം ബലരാമനെയും ശ്രീകൃഷ്ണനെയും ബ്രഹ്മാവ് കണ്ടപ്പോൾ ഇപ്രകാരം ചിന്തിച്ചു: താൻ ഒളിപ്പിച്ചു വെച്ച ഗോപബാലകരെയും പശുക്കുട്ടികളെയും ശ്രീകൃഷ്ണൻ കൊണ്ടുവന്നതായിരിക്കുമോ? തുടർന്ന് ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപബാലകരെയും ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അവരെല്ലാം അവിടെ തന്നെ കിടന്നുറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അത് കണ്ട ബ്രഹ്മാവ് വീണ്ടും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു. പഴയതുപോലെ കണ്ട ബ്രഹ്മാവ് അത്യന്തം വിസ്മിതനായി തീർന്നു. കൃഷ്ണന്റെ മായയിൽപ്പെട്ട ബ്രഹ്മാവിന് സ്വന്തം ശരീരം പോലും ദർശിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സൂര്യന് മുൻപിൽ ബ്രഹ്മാവ് ഒരു മിന്നാമിനുങ്ങായി മാറി. ബ്രഹ്മാവ് ഇപ്രകാരം മോഹത്തിൽപ്പെട്ട് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ കൃപാപൂർവം സ്വന്തം മായയെ പിൻവലിക്കുകയും തന്റെ രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന് എല്ലാ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും വിഷ്ണു രൂപത്തിൽ ശംഖചക്ര ഗദാ പത്മധാരികളായി കാണാൻ സാധിച്ചു. അതു കണ്ട ബ്രഹ്മാവ് നിശ്ചലനായി. ഭഗവാൻ മായയെ പിൻവലിച്ചപ്പോൾ ബ്രഹ്മാവ് നിദ്രയിൽ നിന്നും ഉണർന്ന് പ്രകൃതി രമണീയമായ വൃന്ദാവനം ദർശിച്ചു. അവിടെ ഏകനായ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട പശുക്കുട്ടികളെയും ഗോപബാലകരെയും തിരയുന്നതായി ബ്രഹ്മാവ് കണ്ടു. ശ്രീകൃഷ്ണനെ പ്രസന്നനാക്കുവാൻ ബ്രഹ്മാവ് തലകുനിച്ചുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു. തുടർന്ന് ബ്രഹ്മദേവൻ ഗദ്ഗദ കണ്ഠത്തോടെ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 8-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 9 ബ്രഹ്മാവ് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു:
സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ സുദീർഘമായി സ്തുതിച്ചുകൊണ്ട് 3 തവണ പ്രദക്ഷിണം വച്ചു. താൻ അപഹരിച്ച ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള അനുമതിക്കായി ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനുമതി കിട്ടിയ ഉടനെ താൻ ഒളിപ്പിച്ചു വെച്ച ബാലന്മാരെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ മുൻപിൽ എത്തിച്ച ശേഷം ബ്രഹ്മാവ് സ്വധാമത്തിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ അവരെയെല്ലാം 1 വർഷം മുൻപ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച യമുനാ തീരത്തെ അതേ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭഗവാന്റെ മായയാൽ മോഹിതരായ ഗോപബാലന്മാർക്ക് അത്രയും സമയം 1 നിമിഷം പോലെ മാത്രമേ തോന്നിയുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ശേഷം അവർക്ക് അഘാസുരന്റെ മൃതദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. 1 വർഷത്തെ ഇടവേളയായതിനാൽ അവിടെ അഘാസുരന്റെ അസ്ഥികൂടം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അഘാസുരന്റെ അസ്ഥികൂടം കണ്ടതിനു പിറകെ എല്ലാവരും നന്ദഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഗോപബാലകന്മാർ അതാതു വീടുകളിൽ ചെന്ന് അഘാസുരനെ കൃഷ്ണൻ വധിച്ച കാര്യം വിവരിച്ചു കൊടുത്തു. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് ബാലന്മാർ ആ കഥ അവിടെ അറിയിച്ചത്. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 9ാം അധ്യായം സമാപിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്തുതിച്ച പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരിയോം. കൃഷ്ണായ മേഘവപുഷേ ചബലാംബരായ പീയൂഷമിഷ്ടവചനായ പരാൽപരായ വംശീധരായ ശിഖിചന്ദ്രികയാന്വിതായ ദേവായ ഭാതൃസഹിതായ നമോസ്തു തസ്മൈ. ഭക്തോ ഭജേത ജപദീം ഹൃദി വാസുദേവം നിർധൂമവന്നിരിവ മുക്തഗുണസ്വഭാവ പശ്യൻ ഖടേഷു സജലേഷു യഥേന്ദുമേകം ഏതാദൃശ പരമഹംസവരകൃതാർത്ഥ. സുന്ദരം തൂ തവ രൂപമേവ ഹി മന്മഥസ്യ മനസോഹരം പരം ആവിരസ്തു മമ നേത്രയോ സദാ ശ്യാമലം മകരകുണ്ടലാവൃതം വൈകുണ്ഠലീലാപ്രവരം മനോഹരം നമസ്കൃതം ദേവഗണൈ പരം വരം ഗോപാലലീലാഭിയുതം ഭജാമ്യഹം ഗോലോകനാഥം ശിരസാ നമാമ്യഹം. യദ്വാരിദേശേ നഗദുർഗുഹേന്ദ്ര ഗണേശതാരേശ ദിവാകരാണ ആജ്ഞാം വിനായാന്തി ന കുഞ്ചമണ്ഡലം തം കൃഷ്ണചന്ദ്രം ജഗദീശ്വരം ഭജേ. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 10. ചിന്താകുലയായ യശോദയെ നന്ദൻ ആശ്വസിപ്പിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ മുതലായവരുടെ ആക്രമണം തന്റെ പൊന്നോമന പുത്രനായ കൃഷ്ണന്റെ നേരെ വന്നല്ലോ എന്നോർത്ത് യശോദ വ്യാകുലയായി. യശോദ കീർത്തിയെയും രോഹിണിയെയും മുതിർന്ന ഗോപന്മാരെയും നന്ദന്മാരെയും ഉപനന്ദന്മാരെയും വൃഷഭാനുക്കളെയും വിളിച്ചു വരുത്തി തന്റെ ഈ ദുഃഖം അറിയിച്ചു. യശോദ പറഞ്ഞു: എന്റെ പുത്രന്റെ മേൽ ഓരോ നിമിഷവും ദുർഘടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മഹാവനം ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിലേക്ക് വന്നിട്ടും ഇതിനൊരു അറുതിയില്ല. വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ മുതലായവരുടെ പിടിയിൽ നിന്നും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം വ്യസനത്തോടെ സംസാരിച്ച യശോദയെ നന്ദൻ ആശ്വസിപ്പിച്ചു. നന്ദൻ പറഞ്ഞു: ഹേ യശോദേ, ഗർഗ മഹർഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ എപ്പോഴും സത്യമായി ഭവിക്കുമെന്നറിയാമല്ലോ. അതിനാൽ
എല്ലാ ദുർഘടങ്ങളും മാറി പോകാൻ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനത്തേക്കാൾ സൽക്കർമ്മം വേറെയില്ല. അപ്രകാരം യശോദ കൃഷ്ണന്റെയും ബലരാമന്റെയും മംഗളത്തിനായി അനേകം രത്നങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതോടൊപ്പം നന്ദൻ അനേകം കാളകളെയും പശുക്കളെയും ദാനം നടത്തി. ഇരുവരും ചേർന്ന് അന്നദാനവും നിർവഹിച്ചു. അങ്ങനെ കുറച്ചു കാലം പിന്നിട്ടു. ഗോപബാലകരുടെ പ്രായം പിന്നിട്ട് രാമകൃഷ്ണന്മാർ ഗോപാലകന്മാരായി മാറി. അവർ വലിയ കാളകളെയും പശുക്കളെയും മേയിച്ചുകൊണ്ട് കാട്ടിൽ അങ്ങുമിങ്ങും സഞ്ചരിച്ചു. യമുനയുടെ പുളിനങ്ങൾ വസന്തകാലം വന്നപ്പോൾ കൂടുതൽ ശോഭിച്ചു. രത്നധാതുമയമായ ഗോവർദ്ധന പർവ്വതം അതിന്റെ തിലകം പോലെ ശോഭിച്ചു. ബലരാമനും കൃഷ്ണനും മറ്റ് ഗോപന്മാരും അവിടെ സന്തോഷത്തോടെ ഉല്ലസിച്ച് നടന്നു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 10-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 11 ധേനുകാസുര മോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് ഗോപപാലന്മാരോടൊപ്പം പശുക്കളെ മേയിച്ചുകൊണ്ട് താലവനത്തിൽ എത്തി. അവിടെ ധേനുകാസുരൻ വസിച്ചിരുന്നു. ആ അസുരനെ ഭയന്ന് ആരും അവിടെ പ്രവേശിച്ചിരുന്നില്ല. ബലരാമൻ 2 കൈയും ഉപയോഗിച്ച് താലമരം പിടിച്ചു കുലുക്കി. അതിൽ നിന്നും ഫലങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് കഴുതയുടെ രൂപത്തിലുള്ള ധേനുകാസുരന്റെ നിദ്രയ്ക്ക് വിഘ്നം സംഭവിച്ചു. അതിനാൽ ആ അസുരൻ വളരെ കോപിഷ്ഠനായി. കംസന്റെ മിത്രമായ ധേനുകാസുരൻ അതിശക്തനായിരുന്നു. അവൻ ബലരാമനുമായി യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ആ അസുരൻ തന്റെ പിൻകാലുകൾ കൊണ്ട് ബലരാമനെ പ്രഹരിച്ചു. ബലരാമൻ അവന്റെ കാലുകൾ പിടിച്ച് മരത്തിലേക്ക് അടിച്ചു. ആ വൃക്ഷം നിലം പതിച്ചു. അസുരൻ എഴുന്നേറ്റ് വീണ്ടും ബലരാമനെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ബലരാമൻ അവനെ പിടിച്ച് പലതവണ കറക്കിയിട്ട് നിലത്തടിച്ചു. അല്പസമയം ബോധരഹിതനായി എങ്കിലും ആ അസുരൻ എഴുന്നേറ്റ് മറ്റ് ഗോപാലകന്മാരെ ആക്രമിക്കാൻ മുതിർന്നു. അപ്പോൾ ശ്രീദാമാവും അംശുവും അവനെ ദണ്ഡുകൊണ്ട് പ്രഹരിച്ചു. സുബാലൻ അവനെ മുഷ്ടി കൊണ്ട് ഇടിക്കുകയും സ്തോകൻ പാശം കൊണ്ട് അടിക്കുകയും അർജുനൻ അവനെ വടി കൊണ്ട് തള്ളുകയും വിശാലനും ഋഷഭനും അവനെ കാലുകൾ കൊണ്ട് അടിച്ചമർത്തുകയും ചെയ്തു. ശേഷം ശ്രീകൃഷ്ണൻ അവനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും ആ അസുരൻ ആക്രമണം തുടർന്നപ്പോൾ ബലരാമൻ 2 കൈകൾ കൊണ്ട് പിടിച്ച് അവനെ നിലത്തടിച്ചു. തുടർന്ന് ബലരാമൻ അവനെ മുഷ്ടി കൊണ്ട് പ്രഹരിച്ചു. അങ്ങനെ ആ അസുരൻ ബലരാമന്റെ കൈകളാൽ മരിച്ചു. അപ്പോൾ ധേനുകാസുരന് ശ്യാമസുന്ദരമായ രൂപം ലഭിച്ചു. ദിവ്യരൂപധാരിയായ ആ അസുരൻ ബലരാമനോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും പ്രദക്ഷിണം ചെയ്തു. ശേഷം ധേനുകാസുരൻ ഒരു ദിവ്യരഥത്തിൽ കയറി ദിശാമണ്ഡലങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഗോലോകധാമത്തിലേക്ക് പോയി. ഇപ്രകാരം ധേനുകാസുര വധം നടത്തിയ ബലരാമനും അതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനും മറ്റ് ഗോപകുമാരന്മാരും പശുക്കളെയും മേച്ച് തിരിച്ചു വന്നു. ബഹുലാശ്വന്റെ ചോദ്യത്തിന്റെ മറുപടിയായി നാരദ മഹർഷി ധേനുകാസുരന്റെ പൂർവവൃത്താന്തം വിവരിച്ചു. മഹാബലിക്ക് സാഹസികൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഒരു ദിവസം സാഹസികൻ അനേകം സ്ത്രീകളോടൊപ്പം ഗന്ധമാദന പർവ്വതത്തിന് മുകളിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഗുഹയ്ക്കുള്ളിൽ ദുർവാസാവ് മഹർഷി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വാദ്യങ്ങളാലും നൂപുരങ്ങളാലും ഉണ്ടാക്കിയ ശബ്ദകോലാഹലം ദുർവാസാവ് മഹർഷിയുടെ ധ്യാനത്തിന് ഭംഗം വരുത്തി. ഇതിൽ കോപിഷ്ഠനായ ദുർവാസാവ് പുറത്തു വരികയും സാഹസികനെ കണ്ട ശേഷം ഇപ്രകാരം പറയുകയും ചെയ്തു: ഹേ അസുരാ, നീ കഴുതയെ പോലെ ഭോഗാസക്തനാണ്. അതിനാൽ നീ കഴുതയായി പോകട്ടെ. ഇപ്രകാരം ശപിച്ച ശേഷം മഹർഷി തുടർന്നു: 4 ലക്ഷം വർഷം പിന്നിടുമ്പോൾ മധുരാമണ്ഡലത്തിലെ പവിത്രഭൂമിയിൽ വെച്ച് ബലരാമന്റെ കരങ്ങളാൽ നിനക്ക് മുക്തി ലഭിക്കും.
ഈ ശാപത്തിന്റെ ഫലമായിട്ടാണ് സാഹസികൻ കഴുതയായി മാറിയതും ബലരാമന്റെ കൈകളാൽ മുക്തി ലഭിക്കാൻ ഇടയായതും. പ്രഹ്ലാദന്റെ വംശത്തിലെ ആരെയും താൻ വധിക്കുകയില്ലെന്ന് പണ്ട് നരസിംഹമൂർത്തി പ്രഹ്ലാദന് വരം നൽകിയിരുന്നു. അതിനാലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധേനുകാസുരന്റെ വധം ബലരാമനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 11-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 12 കാളിയമർദ്ദനവും കാട്ടുതീപാനനവും. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: ഒരു ദിവസം ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് ഗോപകുമാരന്മാരും കാലികളെ മേയ്ക്കാൻ യമുനാ തീരത്തേക്ക് പോയി. അവിടെ കാളിന്തി നദിയിൽ കാളിയ സർപ്പത്താൽ വിഷമയമാക്കപ്പെട്ട ജലമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എല്ലാം ആ ജലാശയത്തിൽ നിന്നും വേണ്ടുവോളം വെള്ളം കുടിക്കുകയും പശുക്കളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അതോടെ ആ നദീതീരത്ത് പശുക്കളും ഗോപകുമാരന്മാരും മരിച്ചു വീണു. അതുകണ്ട ഭഗവാൻ തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം വീക്ഷിച്ച ശേഷം എല്ലാവരെയും തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ശേഷം ഭഗവാൻ നദീതടത്തിലുള്ള കദംബ വൃക്ഷത്തിൽ കയറിയിട്ട് അതിന്റെ ശാഖകൾ വഴി കാളിന്തി നദിയിലേക്ക് ചാടി. അതോടെ കാളിന്തി നദിയുടെ ജലമാകെ ഇളകിമറിഞ്ഞു. ജലം ഇളകിമറിഞ്ഞപ്പോൾ കാളിയന്റെ വാസസ്ഥലവും കുലുങ്ങി. നദിയുടെ കയത്തിൽ താമസിച്ചിരുന്ന കാളിയൻ കോപാകുലനാവുകയും തന്റെ അനേകം ഫണങ്ങൾ വിരിച്ചുകൊണ്ട് ഭഗവാനെ ദംശിക്കുകയും ചെയ്തു. അതിനുശേഷം കാളിയൻ ഭഗവാനുമായി അനേകം നേരം ജലത്തിൽ യുദ്ധം ചെയ്തു. ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിന്റെ ഫണങ്ങളിൽ കയറി നിന്ന ശേഷം ഒരു കൈകൊണ്ട് വാലും മറ്റേ കൈയിൽ ഓടക്കുഴലുമായി ജലത്തിൽ നിന്നും പൊങ്ങി വന്നു. അതോടൊപ്പം ഭഗവാൻ ഫണങ്ങളിൽ മാറി മാറി ചവിട്ടിക്കൊണ്ട് നൃത്തം വയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് നടരാജനെ പോലെ നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്ന ശ്രീകൃഷ്ണനുമേൽ ദേവന്മാർ പുഷ്പങ്ങൾ ചൊരിയുകയും വാദ്യോപകരണങ്ങൾ കൊണ്ട് താളം കൊട്ടുകയും ചെയ്തു. താളത്തിനനുസരിച്ച് നടനം ചെയ്തിരുന്ന ശ്രീകൃഷ്ണന്റെ നൃത്തത്താൽ കാളിയന്റെ പല ഫണങ്ങളും ചിതറി വീണു. അതുകണ്ട കാളിയന്റെ പത്നിമാർ ഭയപ്പെട്ട് ഭഗവാന്റെ സമീപത്ത് ചെന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോഴേക്കും ആ കാളിയ നാഗത്തിന്റെ അഹങ്കാരം ശമിച്ചിരുന്നു. കാളിയനും ഭഗവാനോട് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. കാളിയന്റെ അപേക്ഷ കേട്ട ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: നീ നിന്റെ പത്നിമാരെയും മിത്രങ്ങളെയും കൂട്ടി രമണക ദ്വീപിൽ പോകണം. എന്റെ പാദത്തിന്റെ അടയാളമുള്ളതിനാൽ നിന്നെ ഗരുഡൻ ആക്രമിക്കില്ല. ഭഗവാന്റെ ഈ ആജ്ഞ ഉൾക്കൊണ്ടുകൊണ്ട് ആ നാഗം ശ്രീകൃഷ്ണനെ പ്രണമിച്ച ശേഷം രമണക ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. കാളിയൻ ശ്രീകൃഷ്ണനെ ചുറ്റിപ്പിടിച്ചു എന്ന് അറിഞ്ഞ എല്ലാ ഗോപഗണങ്ങളും അവിടെ എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണൻ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി. ശ്രീകൃഷ്ണനെ വാരിപ്പുണർന്നുകൊണ്ട് നന്ദഗോപൻ ആനന്ദാശ്രു പൊഴിച്ചു. തന്റെ മകന് യാതൊരു ആപത്തും സംഭവിക്കാത്തതിൽ സന്തുഷ്ടയായ യശോദ ശ്രീകൃഷ്ണന്റെ മംഗളത്തിന് വേണ്ടി ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്തു. അന്ന് രാത്രി ക്ഷീണം കാരണം എല്ലാ ഗോപഗണങ്ങളും യമുനാ തീരത്ത് തന്നെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഉണങ്ങിയ മുളം കാടുകളിൽ നിന്ന് അതിഭയങ്കരമായ കാട്ടുതീ അവിടെയെങ്ങും പടർന്നു പൊങ്ങി. അതുകണ്ട ഗോപന്മാർ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ശരണാഗത വത്സലനും മഹാബാഹുവുമായ ശ്രീകൃഷ്ണ, ഈ അഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ഭഗവാൻ അവരോട് കണ്ണടയ്ക്കുവാൻ പറഞ്ഞ ശേഷം ആ അഗ്നി മുഴുവൻ പാനനം ചെയ്തു. മിഴികൾ തുറന്നു നോക്കിയപ്പോൾ കാട്ടുതീ നശിച്ചത് കണ്ട അവർ അത്യധികം അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസം എല്ലാവരും അവരവരുടെ ഗൃഹത്തിലേക്ക് തിരിച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 12-ാം അധ്യായം സമാപിക്കുന്നു. കാളിയന്റെ പത്നിമാർ ശ്രീകൃഷ്ണനെ സ്തുതിച്ച പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരിയോം.
നമഃ ശ്രീകൃഷ്ണചന്ദ്രായ ഗോലോകപതയേ നമഃ അസംഖ്യാണ്ഡാധിപതയേ പരിപൂർണായ തേ ശ്രീരാധാപതയേ തുഭ്യം പ്രജാധീശായ തേ നമഃ നമഃ ശ്രീനന്ദപുത്രായ യശോദാനന്ദനായ തേ പാഹി പാഹി പരദേവ പന്നഗം ത്വൽപരം ന ശരണം ജഗത്രയേ ത്വം പരാൽ പരതരോ ഹരിസ്വയം ലീലയാ കില തനോഷി വിഗ്രഹം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 13. വേദശിരമുനിയും അശ്വശിരമുനിയും പരസ്പരം ശപിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ ബഹുലാശ്വൻ ചോദിച്ചു, നാഗങ്ങളിൽ ശ്രേഷ്ഠനായ കാളിയൻ പൂർവജന്മത്തിൽ എന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ ഫണങ്ങളിൽ പതിയാൻ ഇടയാക്കിയത് എന്ന് എനിക്ക് ദയവായി പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, സ്വായംഭുവ മന്വന്തരത്തിൽ ഭുഗു വംശജാതനായ വേദശിരൻ എന്ന മുനി വിന്ധ്യാപർവ്വതത്തിൽ തന്റെ ആശ്രമത്തിൽ തപസ് ചെയ്യുകയായിരുന്നു. അതേയിടത്ത് തപസ് ചെയ്യാനായി അശ്വശിരൻ എന്ന മഹർഷിയും എത്തിച്ചേർന്നു. അശ്വശിരമുനിയെ കണ്ടപ്പോൾ വേദശിരമുനി ഇപ്രകാരം പറഞ്ഞു, എന്റെ ആശ്രമത്തിൽ താങ്കൾ തപസ് ചെയ്യരുത്. അങ്ങേക്ക് വേറെയൊരു സ്ഥലവും തപസ് ചെയ്യാൻ കിട്ടിയില്ലേ? വേദശിരമുനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അശ്വശിരമുനി കോപിഷ്ഠനായി ഇപ്രകാരം പറഞ്ഞു, മുനിശ്രേഷ്ഠ, ഈ ഭൂമി എന്റെയോ താങ്കളുടേതോ അല്ല. ഇത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെതാണ്. താങ്കൾ വെറുതെ സർപ്പത്തെ പോലെ ഹുങ്കാരം ചെയ്യുകയാണ്. അതിനാൽ താങ്കൾ ഗരുഡനെ എപ്പോഴും ഭയമുള്ളവനായ ഒരു സർപ്പമായി തീരട്ടെ. വേദശിരമുനി അതിനു പകരമായി ഇപ്രകാരം അശ്വശിരമുനിയെയും ശപിച്ചു, ദുർമതേ, താങ്കൾ ചെറിയ കാര്യത്തിന് പോലും ഏറ്റവും വലിയ ശിക്ഷ നൽകുകയാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ദുഷിതമാണ്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ കാക്കയെ പോലെ പെരുമാറുകയാണ്. അതിനാൽ താങ്കൾ കാക്കയാവട്ടെ. ആ സമയത്ത് മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും പരസ്പര ശാപത്താൽ ദുഃഖിതരായ അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു, രണ്ടുപേരും എന്റെ ഭക്തരാകയാൽ രണ്ടുപേരുടെയും വാക്കുകൾ വ്യർത്ഥമാക്കാൻ നിവൃത്തിയില്ല. പറഞ്ഞവ തീർച്ചയായും സംഭവിക്കും. അല്ലയോ വേദശിരമുനി, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദമുദ്ര ഫണങ്ങളിൽ പതിക്കുന്നതോടുകൂടി അങ്ങേക്ക് ഗരുഡനെ ഭയക്കേണ്ടതില്ല. ഹേ അശ്വശിരമുനി, വിഷമിക്കാതെ. കാക്കരൂപിയായിരിക്കുമ്പോഴും താങ്കൾക്ക് തീർച്ചയായും ഉത്തമജ്ഞാനം ലഭിക്കും. അതോടൊപ്പം താങ്കൾക്ക് യോഗസിദ്ധിയും ഉന്നതമായ ത്രികാലജ്ഞാനവും ലഭ്യമാകും. അങ്ങനെ അശ്വശിരമുനി യോഗീന്ദ്രനായ കാകഭുഷുണ്ഡി എന്നു പേരുള്ള കാക്കയായി നീലപർവ്വതത്തിൽ വാസമുറപ്പിച്ചു. അദ്ദേഹം എല്ലാം മനസ്സിലാക്കിയ തത്വജ്ഞാനിയായ ഒരു ശ്രീരാമ ഭക്തനായി മാറി. അദ്ദേഹമാണ് ഗരുഡന് രാമായണം പറഞ്ഞു കൊടുത്തത്. വേദശിരയാകട്ടെ കശ്യപ പത്നിയായ കദ്രുവിന്റെ പുത്രനായി കാളിയൻ എന്ന പേരിൽ ജന്മമെടുത്തു. കദ്രു ശേഷൻ അടക്കമുള്ള അനേകം മഹാനാഗങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. അവയെല്ലാം അത്യന്തം ശക്തിശാലികളും വിഷമുള്ളവയും ആയിരുന്നു. ശ്രീനാരദൻ തുടർന്നു, ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശേഷനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ ശേഷ, നിനക്ക് അല്ലാതെ വേറെ ആർക്കും ഈ ലോകത്തെ താങ്ങി നിർത്താൻ കഴിവില്ല. നിന്റെ കഴിവ് പ്രശംസനീയമായതിനാൽ നീ തന്നെ ഈ ലോകത്തെ താങ്ങി നിർത്തുക. അതിനാൽ നീ അനന്തൻ എന്ന് അറിയപ്പെടും. ശേഷന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ അതിനൊരു സമയപരിധിയും നിശ്ചയിച്ചു. ശേഷൻ തന്റെ 1000 മുഖങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും വെവ്വേറെ ഭഗവാന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നാമങ്ങൾ ഉച്ചരിക്കുവാനും എപ്പോൾ ആ ദിവ്യനാമങ്ങൾ തീരുന്നുവോ അപ്പോൾ ഭൂമിയെ ഇറക്കി വെച്ചു കൊള്ളുവാനും ഭഗവാൻ നിർദ്ദേശിച്ചു.
ലോകത്തിന്റെ ഭാരം താങ്ങി നിർത്തുന്ന അനന്തന്റെ ശരീരത്തെ താങ്ങാനായി ഭഗവാൻ ആമയായി വന്ന് അനന്തനെ ഉയർത്തിപ്പിടിച്ചു കൊള്ളാമെന്നും അരുളി ചെയ്തു. അപ്പോൾ അനന്തൻ ഭഗവാനെ നമസ്കരിച്ച ശേഷം പാതാള ലോകത്തേക്ക് പോയി. അവിടെ അനന്തൻ ഈ ലോകത്തെ തന്റെ ഒരു ഫണം കൊണ്ട് താങ്ങി നിർത്തി. മറ്റുള്ള നാഗങ്ങളെല്ലാം രസാതലം, മഹാതലം, തലാതലം, സുതലം, വിതലം എന്നിവിടങ്ങളിലെല്ലാം ചെന്നു. ബ്രഹ്മാവ് അവർക്കു വേണ്ടി ഭൂമിയിൽ രമണക ദ്വീപ് നിർമ്മിച്ചു. കാളിയൻ മുതലായ നാഗങ്ങൾ അവിടെ സുഖമായി താമസിച്ചു. ഇനി എന്താണ് അറിയാൻ താല്പര്യമെന്ന് നാരദൻ ബഹുലാശ്വനോട് ചോദിക്കുകയും ചെയ്തു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 13-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 14. ഗരുഡനെ പേടിച്ച് കാളിയൻ കാളിന്ദിയിൽ താമസിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, കാളിയ നാഗത്തിന് മാത്രം ഗരുഡനിൽ ഭയം തോന്നാൻ കാരണമെന്താണ്? ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, നാഗങ്ങളുടെ വാസസ്ഥലമായ രമണക ദ്വീപിൽ ചെന്ന് ഗരുഡൻ പ്രതിദിനം അവരെ സംഹരിക്കുമായിരുന്നു. ഒരു ദിവസം ഭയം കൊണ്ട് ദുഃഖിതരായി തീർന്ന സർപ്പങ്ങൾ അവിടെ വന്നിരുന്ന ഗരുഡനോട് ഇപ്രകാരം അപേക്ഷിച്ചു: താങ്കൾ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ. ഇപ്രകാരം ഞങ്ങളെ ഭക്ഷിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ നിലനിൽക്കും? അതിനാൽ ഓരോ മാസവും ഓരോ ഗൃഹത്തിൽ നിന്നും ഓരോ നാഗത്തെ സ്വീകരിച്ചാലും അതോടൊപ്പം വനസ്പതിയും അമൃതസമാനമായ മധുരാന്നവും അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാം. ദയവായി അങ്ങ് അത് സ്വീകരിച്ചാലും. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, മറ്റു വസ്തുക്കൾ കൊണ്ട് എങ്ങനെയാണ് ഞാൻ വയറു നിറയ്ക്കുക? അതുകൊണ്ട് നിങ്ങൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ സർപ്പത്തെ എനിക്ക് ബലിയായി അർപ്പിക്കണം. ഗരുഡൻ ഇങ്ങനെ പറഞ്ഞതനുസരിച്ച് മുഴുവൻ സർപ്പങ്ങളും ഓരോരുത്തരായി ഗരുഡന് ബലി കൊടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ കാളിയന്റെ ഗൃഹത്തിൽ നിന്നും ബലി കൊടുക്കാനുള്ള ദിവസം വന്നു ചേർന്നു. എന്നാൽ ഗരുഡന് ലഭിക്കേണ്ടിയിരുന്ന മുഴുവൻ ബലിയും കാളിയൻ തന്നെ ഭക്ഷിച്ചു. അപ്പോൾ പ്രചണ്ഡ പരാക്രമിയായ ഗരുഡൻ വളരെയധികം രോഷാകുലനായിക്കൊണ്ട് കാളിയനെ ആക്രമിച്ചു. ഗരുഡന്റെ ആക്രമണം കാളിയന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാളിയനും തിരിച്ച് ഗരുഡനെ ആക്രമിച്ചു. എന്നാൽ കാളിയന്റെ ഉഗ്രവിഷമൊന്നും ഗരുഡനിൽ ഫലിച്ചില്ല. ഭയവിഹ്വലനായ കാളിയൻ പ്രാണരക്ഷാർത്ഥം 7 ദ്വീപുകളും 7 ഖണ്ഡങ്ങളും 7 സമുദ്രങ്ങളും പിന്നിട്ട് ഓടിയെങ്കിലും പക്ഷിരാജനായ ഗരുഡൻ അവനെ പിന്തുടർന്നു. ശേഷം 13 ലോകങ്ങളിൽ ചെന്ന് കാളിയൻ അഭയം ചോദിച്ചെങ്കിലും ഒരിടത്തു നിന്നും ഗരുഡനിൽ നിന്ന് രക്ഷ നേടാനായില്ല. ഒടുവിൽ കാളിയൻ ശേഷനെ ശരണം പ്രാപിച്ചു. ശേഷൻ കാളിയനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഗരുഡനിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ഉപായമുണ്ട്. പണ്ട് സൗഭരി എന്നു പേരുള്ള പ്രസിദ്ധനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കാളിന്ദി നദിയിൽ അനേകം വർഷം തപസ് ചെയ്തു. ആ അവസരത്തിൽ മത്സ്യങ്ങളുടെ ജീവിതം കണ്ടിട്ട് അദ്ദേഹത്തിനും ഗൃഹസ്ഥനാവാൻ ആഗ്രഹമുണ്ടായി. അതിനായി അദ്ദേഹം മാന്ധത രാജാവിന്റെ 100 പുത്രിമാരെ വിവാഹം ചെയ്തു. അദ്ദേഹം കാളിന്ദിയിൽ തപസ് ചെയ്തിരുന്ന അവസരത്തിൽ ഗരുഡൻ അവിടെ ചെന്ന് മത്സ്യങ്ങളെ കൊന്ന് ഭക്ഷിക്കുക പതിവായിരുന്നു. മത്സ്യങ്ങളുടെ ദുഃഖം കണ്ടപ്പോൾ കൃപ തോന്നിയ മഹർഷി കുപിതനായി ഗരുഡനെ ഇപ്രകാരം ശപിച്ചു: ഹേ പക്ഷിരാജ, നീ ഈ നദിയിൽ നിന്നും ബലം പ്രയോഗിച്ച് മത്സ്യത്തെ പിടിക്കുകയാണെങ്കിൽ തൽക്ഷണം നിന്റെ മരണം സംഭവിക്കും. ശേഷൻ തുടർന്നു: അതിനുശേഷം സൗഭരി മഹർഷിയുടെ ശാപത്താൽ ഭയന്ന് ഗരുഡൻ കാളിന്ദിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനാൽ കാളിയ, നീ വേഗം അവിടേക്ക് പോയിക്കൊള്ളൂ. അവിടെ നിർഭയനായി താമസിച്ചു കൊള്ളുക. അനന്തന്റെ ഈ ഉപദേശം സ്വീകരിച്ച ശേഷമാണ് കാളിയൻ കുടുംബസമേതം കാളിന്ദിയിലേക്ക് താമസം മാറ്റിയത്.
പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 14-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 15 ശ്രീ രാധാകൃഷ്ണന്റെ പ്രണയ വിവരണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചതിന് മറുപടിയായി ഏതു വിധത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷനായതെന്നും രാധയോടൊപ്പം രാസക്രീഡ നടത്തിയതെന്നും ശ്രീനാരദൻ പറഞ്ഞുകൊടുത്തു. ഒരു ദിവസം രാധയുടെ സഖിമാരായ ലളിതയും വിശാഖയും വൃഷഭാനുവിന്റെ വീട്ടിലെത്തി. അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന രാധയോട് അവർ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാധേ, നീ ആരെയാണോവോ നിത്യവും ചിന്തിച്ചിരിക്കുന്നത്, ആ വ്യക്തി നിത്യവും വൃഷഭാനുപുരത്ത് പശുക്കളെ മേയ്ക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് രാധയ്ക്ക് അപ്പോൾ അദ്ദേഹത്തെ ദർശിക്കാമല്ലോ എന്നും സഖിമാർ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മനോഹരമായ ചിത്രം വരച്ചു കൊടുക്കാനും അത് ദർശിച്ച ശേഷമേ ആ വ്യക്തിയെ നേരിൽ കാണുള്ളൂ എന്നും രാധ പറഞ്ഞു. രാധ ആവശ്യപ്പെട്ട പ്രകാരം 2 സഖിമാരും ചേർന്ന് നന്ദനന്ദന്റെ സുന്ദരമായ ചിത്രം വരച്ച് രാധയുടെ കയ്യിൽ കൊടുത്തു. ആ ചിത്രം കണ്ടപ്പോൾ രാധ ഹർഷപുളകിതയായിക്കൊണ്ട് നിദ്രാധീനയായി. അപ്പോൾ രാധ ഭാണ്ഡീരവ വനത്തിൽ ശ്രീകൃഷ്ണൻ നൃത്തം വെക്കുന്നതായി സ്വപ്നം കണ്ടു. ആ സമയത്ത് രാധയുടെ ഉറക്കത്തിന് ഭംഗം വന്നു. ഇതിനിടയിൽ ഭഗവാൻ വൃഷഭാനുപുരത്തിന്റെ ഇടുങ്ങിയ ഒരു തെരുവിൽ എത്തിച്ചേർന്നു. ഉടനെ സഖിമാർ ജനാലയിലൂടെ രാധയ്ക്ക് ശ്രീകൃഷ്ണനെ കാണിച്ചു കൊടുത്തു. ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ രാധ ബോധരഹിതയായി. ഭഗവാനും രാധയെ കണ്ടപ്പോൾ രാധയുടെ കൂടെ വിഹരിക്കണമെന്നും ആഗ്രഹം തോന്നി. അങ്ങനെ കൃഷ്ണൻ അവിടെ നിന്നും നടന്നു. രാധയ്ക്ക് ശ്രീകൃഷ്ണനിൽ വിഹ്വലമായ കാമജ്വരം ബാധിച്ചത് കണ്ട ലളിത ഇപ്രകാരം പറഞ്ഞു: ഹേ രാധേ, ശ്രീകൃഷ്ണന് മാത്രമേ ദുഃഖാഗ്നിയുടെ ജ്വാലയെ ഇല്ലാതാക്കാൻ സാധിക്കൂ. കൃഷ്ണനെ പ്രാപിക്കണമെങ്കിൽ കൃഷ്ണനോടുള്ള സ്നേഹം ദൃഢമാക്കണം. ലളിതയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് രാധ മിഴികൾ തുറന്നു. ശേഷം ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദങ്ങൾ പ്രാപ്യമാകുന്നില്ലെങ്കിൽ തന്റെ ശരീരം ഉപേക്ഷിക്കുമെന്നും അത് തന്റെ ദൃഢനിശ്ചയമാണെന്നും രാധ പറഞ്ഞു. ശ്രീരാധയുടെ ഈ വാക്കുകൾ കേട്ട ലളിത ഭയപ്പെട്ട് യമുനാ നദിയുടെ മനോഹര തീരത്ത് ഏകാന്തമായ സ്ഥലത്ത് ഇരിക്കുന്ന കൃഷ്ണനോട് രാധ കഠിനമായ വിരഹദുഃഖം അനുഭവിക്കുകയാണെന്നും അതിനാൽ ഉടനെ ദർശനം നൽകണമെന്നും അപേക്ഷിച്ചു. ലളിതയുടെ ഈ അപേക്ഷ കേട്ട ഭഗവാൻ ഇപ്രകാരം ആ ഗോപികയെ ആശ്വസിപ്പിച്ചു: എല്ലാവരും എന്നെ പ്രേമിക്കുകയാണ് വേണ്ടത്. ഈ ഭൂതലത്തിൽ പ്രേമത്തിന് തുല്യമായ വേറെ യാതൊന്നുമില്ല. ഭാണ്ഡീരവ വനത്തിൽ വെച്ച് രാധയുടെ മനസ്സിലുള്ള ആഗ്രഹം സഫലമാകും. മഹാത്മാക്കൾ അകാരണമായ പ്രേമത്തെ ത്രിഗുണങ്ങൾക്ക് അതീതമായി കരുതുന്നു. എന്നിലും രാധയിലും ഭേദഭാവം കാണാത്തവനാണ് ഭക്തൻ. എന്നാൽ എന്നെയും രാധയെയും വേർതിരിച്ച് കാണുന്നവർ നരകത്തിൽ പതിക്കും. കൃഷ്ണന്റെ ഈ ആശ്വാസ വാക്കുകൾ കേട്ട ശേഷം ലളിത ഭഗവാനെ പ്രണമിച്ച് രാധയുടെ സമീപത്ത് ചെന്ന് മധുരമന്ദഹാസത്തോടെ പറഞ്ഞു: രാധേ, നീ ആഗ്രഹിച്ച പോലെ കൃഷ്ണനും നിന്നെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ 2 പേരുടെയും തേജസ് ഭേദഭാവമില്ലാത്ത ഒന്നാണ്. നീ കൃഷ്ണന് വേണ്ടി നിഷ്കാമ കർമ്മം ചെയ്യൂ. അതിനാൽ പരമഭക്തിയിലൂടെ നിന്റെ മനോരഥം സഫലമാകും. അങ്ങനെ രാധ സമ്പൂർണധാമത്തെക്കുറിച്ച് അറിയുന്ന ചന്ദ്രാനന എന്ന സഖിയോട് ശ്രീകൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി മഹാപുണ്യദായകമായ മനോവാഞ്ചിത ഫലം നൽകുന്നതുമായ ഒരു ദേവതയുടെ പൂജാവിധി ഉപദേശിക്കാൻ അപേക്ഷിച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 15-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 16 തുളസി മാഹാത്മ്യം, തുളസി പൂജ. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: രാധയുടെ അപേക്ഷ കേട്ട ശേഷം ചന്ദ്രാനന കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു:
ഹേ രാധേ, തുളസി സേവനത്തിന്റെ നിയമങ്ങളാണ് പാലിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ തുളസിയെ സ്പർശിക്കുന്നതും ധ്യാനിക്കുന്നതും സ്തുതിക്കുന്നതും പ്രദക്ഷിണം നടത്തുന്നതും നനയ്ക്കുന്നതും തുളസീദളം കൊണ്ട് നിത്യവും പൂജ ചെയ്യുന്നതും വളരെ പുണ്യദായകമാണ്. ഒരു തുളസീദളം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ അനേകം പുഷ്പങ്ങൾ ഭഗവാന് അർപ്പിച്ചതുപോലുള്ള ഫലം ലഭിക്കും. അവരെ പാപം സ്പർശിക്കുകയുമില്ല. ദാനധർമ്മങ്ങൾ നടത്തുന്ന അതേ ഫലം തുളസി സേവനം പാലിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു. തുളസി ചെടി സ്ഥിതി ചെയ്യുന്ന ഗൃഹം തീർത്ഥസ്ഥാനമാണ്. അവിടെ യമന്റെ കിങ്കരന്മാർ പ്രവേശിക്കുകയില്ല. തുളസി നടുക, പരിപാലിക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സ വാച കർമ്മണ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ദഹിച്ചു പോകും. ഗംഗ, വിഷ്ണു മുതലായ നദികളും ദേവന്മാരും തുളസീദളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മാവിനു പോലും തുളസിയുടെ മുഴുവൻ മാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. അതിനാൽ രാധേ, തുളസി സേവ നിർവഹിക്കൂ. അതിലൂടെ കൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കും. ശ്രീനാരദൻ തുടർന്നു. ഇപ്രകാരം ചന്ദ്രാനനയുടെ ഉപദേശം സ്വീകരിച്ച് രാധ തുളസി സേവവ്രതം ആരംഭിച്ചു. കേതകി വനത്തിൽ സ്വർണം പൂശിയ കവാടങ്ങളും രത്നങ്ങൾ പതിച്ചതുമായ ഒരു തുളസി ഭവനം നിർമ്മിച്ചു. തോരണങ്ങളാൽ അലങ്കരിച്ച ആ ഭവനത്തിന്റെ മധ്യഭാഗത്തായി പച്ചത്തളിരുകളാൽ ശോഭിതമായ തുളസിയെ സ്ഥാപിച്ചിട്ട് ശുഭമുഹൂർത്തത്തിൽ രാധ അതിന്റെ സേവ ആരംഭിച്ചു. രാധ പ്രതിമാസം പ്രത്യേക രസങ്ങൾ ഉപയോഗിച്ച് തുളസിയെ നനച്ചു. കാർത്തിക മാസത്തിൽ പാലുകൊണ്ടും, മാർഗശീർഷത്തിൽ കരിമ്പിൻ നീരുകൊണ്ടും, മാഘമാസത്തിൽ മാമ്പഴത്തിന്റെ ചാറുകൊണ്ടും, ചൈത്രമാസത്തിൽ പഞ്ചാമൃതം കൊണ്ടുമാണ് രാധ തുളസിയെ നനച്ചിരുന്നത്. ഗർഗമുനിയുടെ ഉപദേശപ്രകാരം രാധ വ്രതം പൂർത്തിയാക്കിയ ശേഷം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ആദ്യ ദിവസം ഒരു ഉത്സവം നടത്തി. രാധ അനേകം ബ്രാഹ്മണർക്ക് ഭോജനവും വസ്ത്രവും ആഭരണങ്ങളും ദാനമായി നൽകി. ഗർഗാചാര്യർക്കും രാധ കുറെ സ്വർണവും വിലപിടിച്ച മുത്തുകളും ദക്ഷിണയായി സമർപ്പിച്ചു. അപ്പോൾ ദേവന്മാർ ആകാശത്ത് ദുന്ദുഭി മുഴക്കുകയും തുളസി മന്ദിരത്തിനു മേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. അതേ സമയത്ത് ഗരുഡാരൂഢയായി ശ്രീകൃഷ്ണപ്രിയയായ തുളസി ദേവി പ്രത്യക്ഷയായി. 16 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ദേവിക്ക് 4 കൈകളും കമലദളങ്ങൾ പോലുള്ള മിഴികളും ഉണ്ടായിരുന്നു. ഗരുഡന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന ദേവി രാധയെ ആലിംഗനം ചെയ്ത് ചുംബിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: രാധേ, നിന്റെ ഭക്തിഭാവത്താൽ ഞാൻ പ്രസന്നയാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവ കൊണ്ട് എന്തൊക്കെ നീ ആഗ്രഹിച്ചുവോ അതെല്ലാം സഫലമാകും. അപ്പോൾ രാധ തുളസി ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദങ്ങളിൽ എന്നും അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചു. തുളസി ദേവി തഥാസ്തു എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുപോയി. അന്നു മുതൽ രാധ വളരെ പ്രസന്നവതിയായിരുന്നു. ആരാണാവോ ഈ തുളസി മാഹാത്മ്യം ശ്രവിക്കുന്നത് അവർക്ക് സൗഖ്യം പ്രാപ്യമാകുന്നു. അങ്ങനെ അവസാനം അവർ ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 16ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 17 ശ്രീകൃഷ്ണ പ്രീതി പരീക്ഷണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ ബഹുലാശ്വൻ ചോദിച്ചു: ശ്രീ രാധാകൃഷ്ണ കഥകൾ എത്ര കേട്ടിട്ടും എൻ്റെ മനസ്സിന് മതിയാകുന്നില്ല. അല്ലയോ മഹർഷി, രാധയുടെ തുളസി വ്രതത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു തന്നാലും? ശ്രീ നാരദൻ മറുപടിയായി പറഞ്ഞു: തുളസി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ച രാധയുടെ സ്നേഹം പരീക്ഷിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാൻ വൃഷഭാനുപുരത്തേക്ക് പോയി. എല്ലാ ആഭരണങ്ങളും ധരിച്ച ഒരു ഗോപാംഗനയുടെ വേഷത്തിലായിരുന്നു ഭഗവാൻ അവിടെ പോയത്.
ആ രൂപത്തിൽ ഭഗവാൻ വൃഷഭാനുമന്ദിരം സന്ദർശിച്ചു. രാധയുടെ അതിമനോഹരമായ അന്തഃപുരവും ഉപവനവും മറ്റും കണ്ടുകൊണ്ട് സ്ത്രീവേഷം ധരിച്ച ഭഗവാൻ അവിടെയൊക്കെ ഉലാത്തി. മണിമന്ദിരത്തിന്റെ മുറ്റത്ത് ആ നവഗോപസുന്ദരിയെ കണ്ട രാധ ഭഗവാനെ ആലിംഗനം ചെയ്ത ശേഷം സ്വാഗതമരുളിക്കൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം ഉപചാരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അനന്തരം രാധ സ്ത്രീവേഷം ധരിച്ച ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: സഖി, താങ്കൾക്ക് സ്വാഗതം. നിങ്ങളുടെ പേര് എന്താണ്? ദേവി, നിങ്ങളുടെ ആഗമന കാരണം എന്നോട് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യാം. ഹേ സഖി, താങ്കളെ ഞാൻ എൻ്റെ ജ്യേഷ്ഠന്റെ പത്നിയെ പോലെയോ ഭർത്തൃ സഹോദരിയെ പോലെയോ ആദരിക്കാം. ഇത് കേട്ടിട്ട് യുവതിയുടെ രൂപത്തിലുള്ള ഭഗവാൻ രാധയോട് ഇപ്രകാരം പറഞ്ഞു: നന്ദഭവനത്തിന്റെ വടക്കു ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് ഗോപദേവി എന്നാണ്. ഞാൻ ലളിതയിൽ നിന്നും താങ്കളുടെ രൂപമാധുര്യയെപ്പറ്റിയും ഗുണമാധുര്യയെപ്പറ്റിയും കേട്ടിരുന്നു. അതുകൊണ്ട് താങ്കളെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ നിത്യനൂതന നഗരം ഞാൻ നേരിട്ട് കണ്ടു. ദേവേന്ദ്രന്റെ അമരാവതി പോലും ഇതിനു സമാനമല്ല. ഇപ്രകാരം പ്രിയയും പ്രിയതമയുമായ അവർ പരസ്പരം പന്ത് കളിച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും സംസാരിച്ചുകൊണ്ടും അവിടെയൊക്കെ നേരം ചിലവഴിച്ചു. അനന്തരം സന്ധ്യാസമയമായതിനാൽ ആ സുന്ദരി രാധയോട് തന്റെ വീട് അകലെയാണെന്നും അതിനാൽ പോകുകയാണെന്നും രാവിലെ വീണ്ടും വരാം എന്നും പറഞ്ഞു. ഗോപദേവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാധ കണ്ണീർ പൊഴിച്ചു. തുടർന്ന് രാധ രോമാഞ്ചഭരിതയാവുകയും താഴെ വീഴുകയും ചെയ്തു. അതു കണ്ടപ്പോൾ സഖിമാർ രാധയെ പരിചരിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഗോപദേവി പറഞ്ഞു: രാധികേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ തീർച്ചയായും നാളെ രാവിലെ വരാം. ഞാൻ പോയില്ലെങ്കിൽ പശുക്കളോടും സഹോദരന്മാരോടുമുള്ള എൻ്റെ വാഗ്ദാനം വ്യർത്ഥമാകും. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്ത്രീവേഷധാരിയായ ഭഗവാൻ രാധയെ ആശ്വസിപ്പിച്ച് നന്ദഗൃഹത്തിലേക്ക് പോയി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 17-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2, വൃന്ദാവന ഖണ്ഡം. അധ്യായം 18. രാധയ്ക്ക് ശ്രീകൃഷ്ണൻ ദർശനം നൽകുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അടുത്ത ദിവസം പ്രഭാതമായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രാധയെ സമാധാനിപ്പിക്കുവാനായി ഗോപദേവിയുടെ വേഷത്തിൽ വൃഷഭാനുഗൃഹത്തിൽ എത്തി. ഗോപദേവിയെ കണ്ടപ്പോൾ രാധ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിലിരുത്തി പൂജിച്ചു. ശേഷം രാധ പറഞ്ഞു: സഖിയില്ലാത്തതിനാൽ ഞാൻ രാത്രി മുഴുവൻ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ അതീവ സന്തോഷവതിയാണ്. രാധയുടെ ഈ വാക്കുകൾ കേട്ടിട്ടും ഗോപദേവി ദുഃഖിതയായിരുന്നു. അപ്പോൾ രാധ സഖിമാരുമായി ആലോചിച്ച ശേഷം ഇപ്രകാരം ചോദിച്ചു: എന്തുകൊണ്ടാണ് ഗോപദേവി ദുഃഖിച്ചിരിക്കുന്നത്? ആരെങ്കിലും നിന്നെ ശകാരിച്ചുവോ അതോ വേദനിപ്പിച്ചുവോ? നിന്റെ ദുഃഖത്തിന്റെ കാരണമെന്തെന്ന് എന്നോട് പറഞ്ഞാലും. ഗോപദേവിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് രാധയോട് ഇങ്ങനെ പറഞ്ഞു: ബൃഹത്സാനുഗിരിയുടെ അടിവാരത്ത് ഇടവഴിയിലുള്ള ഇടുങ്ങിയ തെരുവിലൂടെ ഞാൻ വെണ്ണ വിൽക്കാൻ പോകവേ എന്നെ നന്ദപുത്രൻ തടഞ്ഞു. ആ രാസശിരോമണി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. തുടർന്ന് നന്ദപുത്രൻ നികുതി വാങ്ങുന്ന ആളാണെന്നും അതിനാൽ നികുതിയുടെ രൂപത്തിൽ വെണ്ണ നൽകാനും ആവശ്യപ്പെട്ടു. ഞാൻ അത് നൽകാതിരുന്നതിനാൽ എൻ്റെ തലയിലുള്ള വെണ്ണക്കുടം പൊട്ടിക്കുകയും എൻ്റെ ഉത്തരീയമെടുത്തുകൊണ്ട് നന്ദീശ്വരഗിരിയുടെ വടക്കുകിഴക്ക് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. ജന്മം കൊണ്ട് ഗോപബാലനും കറുത്ത നിറമുള്ളവനും നിർധനനും ദുശീലനും വിരൂപനുമാണവൻ. അതിനാൽ അത്തരത്തിലുള്ള ഒരുവനുമായി ഒരു കൂട്ടുകെട്ടും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇപ്രകാരം വൈരഭാവത്താൽ കഠോര വാക്കുകൾ കേട്ട രാധയ്ക്ക് വളരെയധികം വിസ്മയം തോന്നി. ശിവൻ, ബ്രഹ്മാവ് മുതലായ ദേവന്മാരും ദത്താത്രേയൻ, ശുഗൻ തുടങ്ങിയ മഹർഷിമാർ പോലും ആരെയാണോ ബഹുമാനിക്കുന്നത് ആ ശ്രീകൃഷ്ണനെ നിന്ദിച്ചു പറഞ്ഞത് ഒട്ടും നന്നായില്ല എന്ന് രാധ പറഞ്ഞു. ശ്യാമസുന്ദരനായ കൃഷ്ണൻ കറുത്തതാണെങ്കിലും പരമശിവൻ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പൂതന, വത്സാസുരൻ, ബകാസുരൻ എന്നിവരെ പോലും വധിച്ച അദ്ദേഹം എങ്ങനെ വീരനല്ലാതിരിക്കും എന്നിങ്ങനെ വാദമുഖങ്ങൾ ഉയർത്തി രാധ ഗോപദേവിക്ക് തക്കതായ മറുപടി കൊടുത്തു. എപ്പോഴാണോ രാധയുടെ വിളി കേട്ട് കൃഷ്ണൻ അവിടെ വരുന്നത് അപ്പോൾ മാത്രമേ രാധ പറഞ്ഞ കാര്യം വിശ്വസിക്കൂ എന്ന് ഗോപദേവി രാധയോട് പറഞ്ഞു. എന്നാൽ തൻ്റെ വിളി കേട്ടിട്ട് കൃഷ്ണൻ ഇവിടെ വന്നില്ലെങ്കിൽ തൻ്റെ എല്ലാ സമ്പത്തും ഗോപദേവിക്ക് ദാനമായി നൽകാം എന്ന് രാധയും പറഞ്ഞു. രാധ ശ്രീകൃഷ്ണനെ ധ്യാനിക്കാൻ ആരംഭിച്ചു. തന്നെ ദർശിക്കാൻ രാധ വളരെ ഉത്കണ്ഠയുള്ളവളാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ സ്ത്രീരൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായ ശേഷം ഇപ്രകാരം പറഞ്ഞു: പ്രിയ രാധേ, മധുരവാക്കുകളാൽ നീ എന്നെ വിളിച്ചതിനാലാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നത്. ഞാൻ വന്നതോടെ നിന്റെ സമീപത്തുണ്ടായിരുന്ന ആ മായാവിയായ ഗോപസ്ത്രീ എവിടെ പോയി? അതിനാൽ നീ അത്തരത്തിലുള്ള സ്ത്രീകളെ വിശ്വസിക്കരുത്. രാധ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പരമാനന്ദ നിമഗ്നയായി. രാധയുടെ ആഗ്രഹം പൂർണ്ണമാവുകയും ചെയ്തു. ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുത ചരിത്രം ആരാണോ ശ്രവിക്കുന്നത് അവർ കൃതാർത്ഥരായി തീരുന്നു എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 18ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 19 രാസക്രീഡാ വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു: രാധയ്ക്ക് ദർശനം നൽകി പ്രേമത്തെ പരീക്ഷിച്ചിട്ട് കൃഷ്ണ ഭഗവാൻ തൻ്റെ ലീലാശക്തി ഉപയോഗിച്ച് പിന്നീട് ഏത് ലീലയാണ് ആടിയത്? ശ്രീനാരദൻ പറഞ്ഞു: മാധവി മാസത്തിലെ കൃഷ്ണപഞ്ചമിയുടെ അന്ന് പിച്ചകപ്പൂക്കൾ നിറഞ്ഞ ആ വൃന്ദാവനത്തിൽ വെച്ച് രാത്രിയുടെ ചന്ദ്രോദയ വേളയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യമുനാ തീരത്തുള്ള ഉപവനത്തിൽ വെച്ച് രാധയുമായി ലാസലീല നടത്തി. ആ സമയത്ത് വൃന്ദാവനം നന്ദാവനത്തേക്കാൾ ഭാസുരമായിരുന്നു. രത്നങ്ങളാൽ നിർമ്മിച്ച പടവുകളും വിടർന്ന താമരപ്പൂക്കളും അരയന്നങ്ങളാലും യമുനാ നദി രമണീയമായി കാണപ്പെട്ടു. ഗോവർദ്ധന പർവ്വതം നീരുറവകൾ ഒഴുകിക്കൊണ്ട് അത്യന്തം സുന്ദരമായി മാറി. പർവ്വതത്തിൽ വൃക്ഷങ്ങളിലെ പക്ഷികൾ കളകളാരവം മുഴക്കി. രാധാകൃഷ്ണന്മാരുടെ പുണ്യമയമായ ഗാഥകൾ പാടിക്കൊണ്ട് വണ്ടുകൾ പാറി നടന്നു. യമുനാ തീരത്ത് പൂമ്പൊടി വിതറിക്കൊണ്ട് മന്ദമാരുതൻ വീശി. ആ സമയത്ത് നിരവധി ഗോപികമാർ ശ്രീകൃഷ്ണന്റെ സേവാർത്ഥം അവിടെ എത്തിച്ചേർന്നു. അതിൽ ഗോലോക നിവാസിനികളും ശയ്യ ഒരുക്കുന്നവരും ദ്വാരപാലികമാരും സഖീജനങ്ങളും വൃന്ദാവനത്തെ സംരക്ഷിക്കുന്നവരും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഗോപികമാരുടെ 12 യൂഥങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപം എത്തിച്ചേർന്നു. പീതാംബരധാരിയായി യമുനയും വെള്ളവസ്ത്രം ധരിച്ച ഗംഗയും അവിടെ എത്തി. അതോടൊപ്പം രമാദേവിയും മധുമാധവിയും വിരജയും ലളിതയും വിശാഖയും അവിടേക്ക് എത്തിപ്പെട്ടു. അവിടെ എത്തിയ ഗോപസഖിമാരിൽ അഷ്ടസഖികളും ഷോഡശ സഖികളും ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ യോജിച്ചപ്പോൾ ഭഗവാന്റെ രാസമണ്ഡലം ശോഭനമായി മാറി. ശ്രീകൃഷ്ണ ഭഗവാൻ രാധാസമേതനായി കാമദേവനെ പോലെ തിളങ്ങി. അവിടെയുണ്ടായിരുന്ന ഓരോ ഗോപികയുടെ കൂടെയും ഓരോ കൃഷ്ണൻ എന്ന തോതിൽ ഭഗവാൻ തൻ്റെ ചൈതന്യം ഉപയോഗിച്ച് അനേകമായി. അവർ വൃന്ദാവന ഭംഗി ആസ്വദിച്ച് നടന്നു. അങ്ങനെ ഭഗവാൻ ഒളിച്ചും പാർത്തും ഓടിയും ചാടിയും ഗോപികമാരോടൊപ്പം ലീലകൾ ആടാൻ ആരംഭിച്ചു. ഗോപികമാർ ഭഗവാനോടൊപ്പം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം വെച്ചു. തുടർന്ന് അവർ ജലക്രീഡയിൽ ഏർപ്പെട്ടു.
മൃദംഗം വായിച്ചും താളം പിടിച്ചും ആടിയും പാടിയും കൃഷ്ണനോടൊപ്പം രാസലീല നടത്തിയ ഗോപികമാർ സ്വയം മതിമറന്ന് പരമാനന്ദത്തിൽ മുഴുകി. ജലത്തിലിറങ്ങിയ അവർ അന്യോന്യം വെള്ളം തെറിപ്പിച്ചും കളിച്ചും മുങ്ങിയും പൊങ്ങിയും ജലക്രീഡ നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവന്മാരും ദേവാംഗനമാരും ഗന്ധർവ സ്ത്രീകളും ആകാശത്ത് നിന്ന് പുഷ്പവർഷം നടത്തി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 19-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 20 രാസലീല, ജലവിഹാരം, വനവിഹാരം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അനന്തരം ഭഗവാൻ ജലക്രീഡയ്ക്കു ശേഷം ഗോപികമാരോടൊപ്പം ഗോവർദ്ധനത്തിലേക്ക് പോയി. അവിടെ ഗോവർദ്ധനഗിരിയുടെ ഗുഹകളിൽ രത്നഭൂമിയിൽ രാധയുമൊത്ത് ഭഗവാൻ നൃത്തം ചെയ്തു. സുന്ദരിയായ രാധാദേവിയെ യമുനയും ഗംഗയും രമാദേവിയും മാധവിയും വിരജാദേവിയും ലളിതയും വിശാഖയും മറ്റ് സഖിമാരും കൂടി ആഭരണങ്ങൾ അണിയിച്ചും തിലകം ചാർത്തിയും മറ്റും ഒരുക്കി. ശേഷം ശ്രീകൃഷ്ണ ഭഗവാനും രാധാദേവിയും ചന്ദ്രസരോവരത്തിൽ പോവുകയും ജലക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ രണ്ടുപേരും പോയത് ലതാകുഞ്ചങ്ങൾ നിറഞ്ഞ ബഹുലാവനത്തിലേക്കായിരുന്നു. അവരോടൊപ്പം മറ്റു ഗോപികമാരും ഉണ്ടായിരുന്നു. തന്റെ സഖിമാരെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ ഓടക്കുഴൽ വായിച്ചു. ആ സമയത്ത് മേഘങ്ങൾ ഗർജിച്ചുകൊണ്ട് മഴ പൊഴിക്കുകയും അങ്ങനെ അവിടുത്തെ അന്തരീക്ഷം തണുക്കുകയും ചെയ്തു. സുഖശീതളമായ കാറ്റിൽ ഭഗവാന്റെ വേണുഗാനം കൂടിയായപ്പോൾ ഗോപികമാരെല്ലാം സുഖസുഷുപ്തിയിൽ മുഴുകിക്കൊണ്ട് ഗാനാലാപനം നടത്തി. ശേഷം ഭഗവാൻ താലവനത്തിലേക്ക് പോയി. അവിടെ മണ്ഡലാകാരത്തിലുള്ള രാസനൃത്തം നടത്തി. അതിൽ പങ്കെടുത്ത ഗോപികമാർക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ദാഹം തോന്നുകയും ചെയ്തു. ഗോപികമാർ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങ് ഇവിടെ തന്നെ രാസലീല നടത്തണം എന്നാണ്. ഞങ്ങൾക്ക് അങ്ങയോടൊപ്പം ഇവിടെ ജലപാനം നടത്തണം എന്നുമുണ്ട്. അങ്ങ് എല്ലാം പരിപാലിക്കുന്നവനല്ലേ, എന്നാൽ ഇവിടെ ഒരു ജലസ്രോതസ്സും ഇല്ലല്ലോ. ഇതു കേട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ വടി കൊണ്ട് ഭൂമിദേവിയെ സ്പർശിച്ചു. ആ അവസരത്തിൽ ഗംഗയെ പോലെ ഒരു നദി അവിടെ ഉത്ഭവിച്ചു. ആ നദിയാണ് വേത്രഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ജലത്തിൽ സ്നാനം നടത്തുന്നവർ മരണശേഷം ഗോലോകധാമത്തിലേക്ക് എത്തിച്ചേരും. ഭഗവാൻ തുടർന്നും രാധയോടും ഗോപികമാരോടുമൊപ്പം ചേർന്ന് അവിടെ രാസലീലയും ജലക്രീഡയും നടത്തിയ ശേഷം കുമുദവനത്തിലേക്ക് പോയി. അവിടം അതിമനോഹരമായിരുന്നു. എവിടെ നോക്കിയാലും വണ്ടുകൾ മൂളി നടക്കുന്നതും ലതാദികൾ മന്ദമാരുതനിൽ ആടിക്കളിക്കുന്നതും കാണാമായിരുന്നു. അവിടെ വച്ച് രാധാദേവിയും മറ്റ് ഗോപികമാരും ചേർന്ന് ഭഗവാനെ പുഷ്പങ്ങളാൽ ഭംഗിയായി അലങ്കരിച്ചു. അപ്രകാരം അലങ്കരിക്കപ്പെട്ട ഭഗവാൻ വസന്ത ഋതു പോലെ ശോഭിച്ചു. മൃദംഗം, വീണ, ഓടക്കുഴൽ മുതലായ വാദ്യങ്ങളോടെ ഗോപികമാർ കൈകൊട്ടിക്കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. അവരുടെ സന്തോഷത്തിനായി ഭഗവാൻ അവരോടൊപ്പം ആടുകയും പാടുകയും ചെയ്തു. അവിടെ വെച്ച് ഭഗവാൻ രാധാദേവിയോടൊന്നിച്ച് രാസലീല നടത്തി. ശേഷം അവർ പോയത് മധുവനത്തിലേക്കായിരുന്നു. വൈശാഖ മാസത്തിലെ സുഖശീതളമായ ചന്ദ്രികയിൽ വിടർന്ന പൂക്കളുടെ സുഗന്ധം നുകർന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരുമൊത്ത് നൃത്തം വെച്ചു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 20-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 21 ഗോപാംഗനമാരോടൊപ്പം കൃഷ്ണന്റെ രാസലീല. അഭിമാനികളായ ഗോപികമാരെയും ശേഷം രാധയെയും കൃഷ്ണൻ ഉപേക്ഷിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: രമണീയമായ കുമുദവനത്തിലെ ലതകളും വൃക്ഷങ്ങളും നിറഞ്ഞ ഉപവനത്തിലൂടെ വിഹരിച്ചുകൊണ്ട് കൃഷ്ണനും രാധയും മറ്റ് ഗോപികമാരും കാമവനത്തിൽ എത്തിച്ചേർന്നു.
അവിടെ ഒരു പർവ്വതത്തിന് മുകളിൽ ഭഗവാൻ മധുരസ്വരത്തിൽ വേണുഗാനം ആലപിച്ചു. അതു കേട്ടപ്പോൾ ഗോപസ്ത്രീകൾ കാമാസക്തരായി. ആകാശത്തിലെ ദേവസ്ത്രീകളും അപ്സരസുകളും മോഹത്തിൽ വീണ് കാമാനാരുക്തകളായി. നദികളിലെയും തടാകങ്ങളിലെയും ജലം നിശ്ചലമായി. ഭഗവാൻ കൃഷ്ണൻ നന്ദീശ്വരത്തും ബൃഹത്സാനു തടത്തിലും രാസലീല നടത്തി. ആ സമയത്ത് ഗോപികമാർ അവരുടെ സൗഭാഗ്യം ഓർത്ത് അഹങ്കരിച്ചു. അഹങ്കാരത്തിൽപ്പെട്ട ഗോപികമാരെ കൃഷ്ണൻ അവിടെ തന്നെ ഉപേക്ഷിച്ച് രാധയോടൊപ്പം അപ്രത്യക്ഷനായി. കൃഷ്ണന്റെ അഭാവത്താൽ ഗോപികമാർക്ക് അത്യധികം വിരഹവേദന അനുഭവപ്പെട്ടു. ഭഗവാനെ ഓർത്ത് അവർ കരഞ്ഞുകൊണ്ട് അങ്ങുമിങ്ങും ഓടി നടന്നു. ഗോപികമാർ ചെറിയ സംഘങ്ങളായി പിരിഞ്ഞുകൊണ്ട് ലതകളോടും വൃക്ഷങ്ങളോടും മറ്റും തങ്ങളുടെ പ്രിയതമനായ കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അലഞ്ഞു നടന്നു. അവരുടെ മനസ്സ് ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദത്തിൽ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെ അവർക്ക് കാനനത്തിലെ മണലിൽ ഭഗവാന്റെ കാൽപ്പാടുകൾ ദർശിക്കാൻ സാധിച്ചു. അപ്പോൾ ബഹുലാശ്വൻ ചോദിച്ചു, അല്ലയോ നാരദ മഹർഷി, ഭഗവാൻ കൃഷ്ണൻ മറ്റുള്ള ഗോപികമാരെ ഉപേക്ഷിച്ച് ശ്രീ രാധയോടൊപ്പം എവിടേക്കാണ് പോയത്? ശേഷം അവർക്ക് എങ്ങനെ ഭഗവാന്റെ ദർശനം സാധ്യമായി? ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, കൃഷ്ണൻ സങ്കേത വടവൃക്ഷച്ചുവട്ടിൽ രാധയുടെ മുടിക്കെട്ടിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചും മറ്റും രസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രസിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഭാദ്രവനം, ഖദിരവനം, ബിൽവവനം, കോകിലവനം എന്നീ വനങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഗോപികമാരും ഭഗവാന്റെ കാൽപ്പാടുകൾ പിന്തുടരവേ അവർക്ക് മറ്റൊരാളുടെ കാൽപ്പാടുകൾ കൂടി ഉള്ളതായി മനസ്സിലായി. കൃഷ്ണൻ രാധയെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഗോപികമാർക്ക് ഉറപ്പായി. കൃഷ്ണന്റെ പാദാരവിന്ദങ്ങൾ പിന്തുടർന്ന് ഗോപികമാർ കോകിലവനത്തിൽ ചെന്നെത്തി. ആ ഗോപികമാരുടെ ശബ്ദം കേട്ടപ്പോൾ കൃഷ്ണൻ രാധയോട് ഇപ്രകാരം പറഞ്ഞു, ഗോപികമാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ രാധയെയും കൂടെ കൊണ്ടുപോകും. അതിനാൽ ഇവിടെ നിന്നും ഉടനെ പുറപ്പെടണം. എന്നാൽ രൂപം, യൗവനം, ചാതുര്യം, ശീലം എന്നിവയാൽ അഹങ്കരിച്ച രാധികാദേവി ഭഗവാനോട് ഇങ്ങനെ മറുപടി നൽകി, അല്ലയോ കൃഷ്ണ, ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങാറില്ല. എന്നാൽ ഇന്ന് വളരെയധികം ദൂരം നടന്നു കഴിഞ്ഞു. ഞാൻ വളരെയധികം ക്ഷീണിതയാണ്. സുന്ദരിയായ ഞാൻ മുഴുവനും വിയർത്തു. അതുകൊണ്ട് എനിക്ക് ഒട്ടും നടക്കാൻ സാധിക്കില്ല. ഇതു കേട്ട് ഭഗവാൻ രാധയ്ക്ക് തന്റെ പീതാംബരം കൊണ്ട് വീശിക്കൊടുത്തു. രാധയുടെ കൈ പിടിച്ചിട്ട് മെല്ലെ നടക്കാനും പറഞ്ഞു. ഭഗവാൻ എത്ര പറഞ്ഞിട്ടും രാധ ഒരടി പോലും മുന്നോട്ട് വച്ചില്ല. എന്നിട്ട് ഭഗവാന്റെ ഭാഗത്തേക്ക് പുറം തിരിഞ്ഞുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ അഹങ്കാരിയായ രാധയോട് ഇപ്രകാരം പറഞ്ഞു, മറ്റുള്ള ഗോപികമാരും എന്നോടൊപ്പം ഇവിടെ കൂടാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ രാധേ, എന്റെ ചുമലിൽ കയറിക്കൊണ്ട് സുഖമായി സഞ്ചരിച്ചാലും. അത് കേട്ട രാധ ഭഗവാന്റെ തോളിൽ കയറാൻ ശ്രമിച്ചപ്പോഴേക്കും കൃഷ്ണൻ അപ്രത്യക്ഷനായി. അതോടെ രാധയുടെ അഹങ്കാരവും ഇല്ലാതായി. രാധ വിരഹവേദനയാൽ ഉറക്കെ കരഞ്ഞു. ആ സമയത്ത് കൃഷ്ണനെ അന്വേഷിച്ചു നടന്ന ഗോപികമാർ അവിടെ എത്തി. രാധയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ അവർക്ക് ദയയും ലജ്ജയും തോന്നി. അവർ രാധയെ കുളിപ്പിക്കുകയും കസ്തൂരി, ചന്ദനം, കുങ്കുമം എന്നിവയുടെ ജലം തളിച്ച് വീശിക്കൊടുക്കുകയും കുശലം ചോദിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. രാധ പറഞ്ഞ വൃത്താന്തങ്ങൾ കേട്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 21-ാം അധ്യായം സമാപിക്കുന്നു. ഹരിയോം. ഹരിയോം. ഖണ്ഡം 2. വൃന്ദാവനഖണ്ഡം. അധ്യായം 22. ഗോപികമാരുടെ വിരഹവിലാപവും കൃഷ്ണന്റെ തിരിച്ചുവരവും. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, ഭഗവാൻ കൃഷ്ണന്റെ ആഗമനത്തിനു വേണ്ടി എല്ലാ ഗോപികമാരും ചേർന്ന് ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചു. ഭഗവാന്റെ ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഉണ്ടായ സംഭവബഹുലങ്ങളെ ഗോർദിണ്ണക്കിക്കൊണ്ട് അവർ കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഭഗവാൻ ശ്രീരാമനിൽ നിന്നുള്ള വേർപാടിൽ സീതാദേവി അനുഭവിച്ച വിരഹവേദനയെക്കാളും തീക്ഷ്ണവും സഹിക്കാനാകാത്തതുമായ ദുഃഖമാണ് തങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് ഗോപികമാർ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്രകാരം വിരഹവേദനയാൽ ദുഃഖിച്ചിരിക്കുന്ന ഗോപികമാർക്കിടയിൽ
ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. തുടർന്ന് രാധയോടും മറ്റു ഗോപികമാരോടൊപ്പം ഭഗവാൻ നൃത്തം ചെയ്തു. ശേഷം ഭഗവാൻ അനേകം രൂപം പൂണ്ട് ഓരോ ഗോപികയുടെയും കൂടെ ഒരേ സമയത്ത് നൃത്തം ചെയ്തു. അപ്പോൾ ഗോപികമാരെല്ലാം ദുഃഖരഹിതരാവുകയും കൈകൂപ്പിക്കൊണ്ട് ഭഗവാനോട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു: എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്? അതിനുത്തരമായി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഗോപികമാരെ, പുഷ്കരക്ഷേത്രത്തിലെ ദധിമണ്ഡോദ സമുദ്രത്തിനുള്ളിൽ ഹംസം എന്നു പേരായ മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം 2 മന്വന്തരക്കാലം ആ മഹർഷി തപസ് ചെയ്യുകയായിരുന്നു. ഇന്ന് ഒരു മത്സ്യം വന്ന് ആ മഹർഷിയെ വിഴുങ്ങി. ആ മത്സ്യത്തെയാകട്ടെ മത്സ്യരൂപിയായ പൗണ്ഡ്രൻ എന്നു പേരുള്ള അസുരനും വിഴുങ്ങി. അതിനാൽ ഹംസമുനിയെ രക്ഷിക്കാനായി ഞാൻ അവിടേക്ക് പോയിരുന്നു. പിന്നെ സുദർശന ചക്രം ഉപയോഗിച്ച് 2 മത്സ്യങ്ങളെയും വധിച്ചു. അങ്ങനെ മഹർഷിയെ രക്ഷിച്ച ശേഷം ക്ഷീരസാഗരത്തിൽ ശേഷന്റെ മുകളിൽ ഞാൻ ഉറങ്ങി. ഉടനെ തന്നെ നിങ്ങളെ ഓർത്ത് നിദ്രവിട്ട് ഇവിടേക്ക് വന്നു. താൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെയാണെന്നും ഭഗവാൻ അവരോട് പറഞ്ഞു. ഇതുകേട്ടപ്പോൾ ഗോപികമാർ ഇപ്രകാരം ഭഗവാനോട് അപേക്ഷിച്ചു: മാധവ, ക്ഷീരസാഗരത്തിൽ ശേഷയുടെ മുകളിൽ കിടന്ന രൂപം ദയവായി ഞങ്ങൾക്കും കാണിച്ചു തന്നാലും. അപ്പോൾ ഭഗവാൻ അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവായും രാധാദേവി മഹാലക്ഷ്മിയായും രൂപമെടുത്തു. ക്ഷീരസാഗരവും അനേകം ഫണങ്ങളുള്ള ശേഷനും അവിടെ ദൃശ്യമായി. ഭഗവാൻ ആ ശയ്യയിൽ കിടക്കുകയും ലക്ഷ്മീദേവി ഭഗവാന്റെ പാദം തലോടുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യം കണ്ട ഗോപികമാർ ആശ്ചര്യഭരിതരാവുകയും ഭഗവാനെ കൈകൂപ്പി തൊഴുകയും ചെയ്തു. ഈ ദിവ്യരൂപം കാണിച്ചുകൊടുത്ത സ്ഥാനം ഒരു പുണ്യക്ഷേത്രമായി മാറി. അതിനുശേഷം കൃഷ്ണൻ രാധയോടും മറ്റു ഗോപികമാരോടൊപ്പം ചേർന്ന് പല കേളികളും നടത്തി. അങ്ങനെ ഭഗവാൻ മധുരഗാനം പാടിക്കൊണ്ട് ഭാണ്ഡീരവനത്തിലേക്ക് പോയി. അവിടെ വച്ച് ഭഗവാൻ രാധയുടെ ദേഹം അലങ്കരിച്ചു. രാധയും കൃഷ്ണന്റെ മുഖത്ത് ചന്ദനം, കസ്തൂരി, കുങ്കുമം എന്നിവയാൽ ചിത്രങ്ങൾ രചിച്ചു. ഇവിടെ 2-ആം ഖണ്ഡത്തിലെ 22-ആം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഗോപികമാർ ശ്രീകൃഷ്ണന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ലോകാഭിരാമ ജനഭൂഷണ വിശ്വദീപ കന്ദർപ്പമോഹന ജഗദ്വൃജിനാർത്തിഹാരിൻ ആനന്ദകന്ദ യദുനന്ദന നന്ദസൂനോ സ്വച്ഛന്ദ പത്മമകരന്ദ നമോ നമസ്തേ. ഗോവിപ്രസാദു വിജയധ്വജ ദേവവന്ദ്യ കംസാദിദൈത്യവദഹേതുകൃതാവതാര ശ്രീനന്ദരാജകുലപത്മദിനേശദേവ ദേവാദിമുക്തജനദർപ്പണ തേജയോസ്തു. യോ രാസരംഗനിജവൈഭവഭൂരിലീലോ യോ ഗോപികാനയന ജീവനമൂലരൂപ മാനം ചകാര രഹസാ കില മാനവത്യാ സോ അയം ഹരിർഭവതു നോ നയനാഗ്രംഗാമി. യോ ഗോപികാ സകലയൂഥമലം ചകാര വൃന്ദാവനം ച നിജപാദരജോഭിരാമം യഃ സർവലോകവിഭവായ ബഭൂവ ഭൂമൗ തം ഭൂരിലീലമുരഗേന്ദ്രഭുജം ഭജാമ. ചന്ദ്രം പ്രതപ്തകിരണം ജ്വലനം പ്രസാദം സർവം വനാന്തമസിപത്രവനം പരേശ. ബാണം പ്രപഞ്ചനമതീവ സുമന്ദയാനം മന്യാമഹേ കില ഭവന്തമൃദേവ്യഥാർത്ത. ഹരി ഓം. ഖണ്ഡം 2. വൃന്ദാവനഖണ്ഡം. അധ്യായം 23. ശ്രീകൃഷ്ണൻ ശംഖചൂഡനെ വധിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അങ്ങനെ ഭഗവാൻ വസന്തം പൂത്തുലയുന്ന താലജംഘവനത്തിലേക്ക് ഗോപികമാരോടൊപ്പം പോയി. അവിടെ സുഗന്ധപൂരിതമായ പൂക്കൾ കൊണ്ട് മാലകളുണ്ടാക്കി എല്ലാ ഗോപികമാരുടെയും മുടികൾ അലങ്കരിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണൻ രാധാസമേതനായി ഗോപികമാരോടൊപ്പം രാസലീല നടത്തി. അപ്പോൾ അവിടെ ഒരു അപ്രതീക്ഷിത സംഭവം നടന്നു. ശംഖചൂഡൻ എന്നു പേരുള്ള അതിബലവാനായ ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. അവൻ കുബേരന്റെ വിശിഷ്ട സേവകനായിരുന്നു. ശംഖചൂഡൻ ഗദായുധത്തിൽ വളരെ നിപുണനായ ഒരു യോദ്ധാവായിരുന്നു. കംസന്റെ ബലവും പരാക്രമവും അറിഞ്ഞ ശംഖചൂഡൻ തന്റെ ഗദയെടുത്ത് കംസന്റെ അരികിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കംസ, താങ്കൾ ഒരു മികച്ച യോദ്ധാവാണെന്നു കേട്ടു. അതിനാൽ താങ്കളോട് ഗദായുദ്ധം നടത്താൻ ഒരു അവസരം നൽകിയാലും. യുദ്ധത്തിൽ ഞാൻ തോറ്റാൽ ഞാൻ താങ്കളുടെ ദാസനാകും. അതല്ല, ഞാൻ ജയിക്കുകയാണെങ്കിൽ താങ്കൾ എന്റെ ദാസനാകണം. ശംഖചൂഡന്റെ ഈ വെല്ലുവിളി കംസൻ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഗദായുദ്ധത്തിൽ ഏർപ്പെട്ടു. അനേകം ദിവസത്തെ യുദ്ധത്തിനു ശേഷവും
അവർക്ക് പരസ്പരം പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഇപ്രകാരം അവരുടെ ഈ ഘോരയുദ്ധം ഭൂമിയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ആ അവസരത്തിൽ ഗർഗ മഹർഷി അവിടെ എത്തി. അവർ മഹർഷിയെ നമസ്കരിച്ചു. മഹർഷി അവരോട് യുദ്ധം അവസാനിപ്പിക്കുവാൻ പറഞ്ഞു. ഗർഗ മഹർഷി നിർദ്ദേശിച്ച പ്രകാരം കംസനും ശംഖചൂഡനും യുദ്ധം അവസാനിപ്പിക്കുകയും പരസ്പരം മിത്രഭാവം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ശംഖചൂഡൻ കംസനോട് യാത്ര ചൊല്ലിയ ശേഷം സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചു. രാത്രിയായപ്പോൾ ശംഖചൂഡൻ രാസമണ്ഡലത്തിലെത്തി. രാധയുടെയും ഗോപികമാരുടെയും മധുരഗാനം ശംഖചൂഡൻ കേൾക്കാൻ ഇടയായി. ആ മധുരഗാനത്തിന്റെ സ്രോതസ് അന്വേഷിച്ച് ശംഖചൂഡൻ ചെന്ന് എത്തിയത് കൃഷ്ണന്റെയും ഗോപികമാരുടെയും അടുത്തേക്കായിരുന്നു. ശംഖചൂഡൻ ഗോപികമാരെ അപഹരിച്ചുകൊണ്ടുപോകാൻ ഒരുമ്പെട്ടു. കറുത്ത നിറവും ഭയാനകമായ രൂപവും ഉള്ള നാവ് നീട്ടി നക്കിക്കൊണ്ടിരുന്ന ശംഖചൂഡനെ കണ്ടപ്പോൾ ഗോപികമാർ ഭയന്ന് നാലുപാടും ഓടിപ്പോയി. ശംഖചൂഡൻ ശതചന്ദ്രാനന എന്ന ഗോപികയെ തട്ടിക്കൊണ്ടു ദൂരേക്ക് ഓടിപ്പോയി. കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ശതചന്ദ്രാനന കരഞ്ഞു. അത് കേട്ടപ്പോൾ കൃഷ്ണൻ അവന്റെ അടുത്തേക്ക് ഓടി. കൃഷ്ണനെ കണ്ടപ്പോൾ ശംഖചൂഡൻ ശതചന്ദ്രാനനെ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഭഗവാൻ അവനെ പിന്തുടരുകയും അവർ രണ്ടുപേരും തമ്മിൽ ഘോരയുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ യുദ്ധത്തിൽ കൃഷ്ണൻ ശംഖചൂഡനെ നിലത്തടിക്കുകയും അവന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. ശംഖചൂഡന്റെ ശിരസിൽ ഉണ്ടായിരുന്ന ചൂടാമണി കൃഷ്ണൻ എടുത്തു. ആ സമയത്ത് ശംഖചൂഡന്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് പുറത്തേക്ക് വന്നു. ആ തേജസ് കൃഷ്ണന്റെ സുഹൃത്തായ സുദാമാവിന്റെ ദേഹത്തിൽ ലയിക്കുകയും ചെയ്തു. കൃഷ്ണൻ ശംഖചൂഡനിൽ നിന്നെടുത്ത ചൂടാമണി ചന്ദ്രാനനക്ക് നൽകിയ ശേഷം രാസലീല തുടർന്നു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 23-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവനഖണ്ഡം. അധ്യായം 24 ആസുരിമുനിയുടെ കൃഷ്ണാന്വേഷണം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: അനന്തരം യമുനാതീരത്തിലൂടെ സഞ്ചരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവത്തിലേക്ക് യാത്രയായി. കൃഷ്ണന്റെ അനുഗ്രഹത്താൽ വൃന്ദാവനത്തിലെ ഔഷധച്ചെടികളെല്ലാം ഗോപികമാരായി മാറുകയും ഭഗവാനെ സേവിക്കാനായി ഒരു യൂഥം ഉണ്ടാക്കുകയും ചെയ്തു. പലരാഗത്തിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് അവർ ഭഗവാനെ പരിപാലിച്ചു. അവർ പരസ്പരം പുഷ്പങ്ങൾ വർഷിച്ചും നൃത്തം വച്ചും ആഹ്ലാദത്തോടെ നടന്നു. കൃഷ്ണനും ഗോപികമാരും പല ശൃംഗാരലീലകളിലും ഏർപ്പെട്ടു. ചില ഗോപികമാർ കൃഷ്ണനെ പോലെ അണിഞ്ഞൊരുങ്ങിയ ശേഷം കുണ്ടലങ്ങളും മയിൽപീലിയും ധരിച്ച് നൃത്തം വച്ചു. ചിലർ രാധയെ പോലെ വേഷം ധരിച്ചും രാധാകൃഷ്ണന്മാരെ ആനന്ദിപ്പിച്ചു. ഗോപികമാർക്ക് ലഭിച്ച ഭഗവാന്റെ ഈ കൃപ മഹാന്മാർക്ക് പോലും സുദുർലഭമായിരുന്നു. ഇങ്ങനെ രാസലീല നടക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടന്നു. മഹാതപസ്വിയും ശ്രീകൃഷ്ണ ഭക്തനുമായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷിയുടെ നാമം ആസുരി എന്നായിരുന്നു. നാരദഗിരിയുടെ മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആസുരിമുനി തപസ് ചെയ്യുകയായിരുന്നു. ഒരു ദിവസം രാത്രി മുനിയുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായി. മഹർഷി വീണ്ടും വീണ്ടും ധ്യാനിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. അതിൽ ദുഃഖിതനായിത്തീർന്ന മഹർഷി ധ്യാനത്തിൽ നിന്നും ഉണരുകയും നാരായണാശ്രമത്തിൽ ചെല്ലുകയും ചെയ്തു. എന്നാൽ നരനാരായണന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനന്തദേവനെ ദർശിക്കാനായി അദ്ദേഹം ലോകാലോക പർവ്വതത്തിലേക്ക് പോയി. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് അനന്തദേവനെ ദർശിക്കാൻ സാധിച്ചില്ല. മഹർഷി ദ്വാരപാലകരോട് അനന്തദേവൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. തുടർന്ന് മഹർഷി അനന്തശായിയായ മഹാവിഷ്ണുവിനെ കാണാൻ പോയി. എന്നാൽ അവിടെയും മഹാവിഷ്ണുവിനെ ദർശിക്കാൻ മഹർഷിക്ക് സാധിച്ചില്ല. വീണ്ടും വ്യാകുലനായ അദ്ദേഹം ഭഗവാനെ ദർശിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ വൈകുണ്ഠത്തിലേക്ക് പോയി. എന്നാൽ അവിടെയും ലക്ഷ്മി സമേതനായ നാരായണനെ കാണാൻ മഹർഷിക്ക് സാധിച്ചില്ല. ശേഷം ആ മുനിവരൻ ശ്രീകൃഷ്ണനെ കാണാൻ ഗോലോകധാമത്തിൽ ചെന്നു. അവിടെയും അദ്ദേഹം രാധാകൃഷ്ണന്മാരെ ദർശിച്ചില്ല. അപ്പോൾ മഹർഷി പാർഷദന്മാരോട് ചോദിച്ചു: ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടേക്കാണ് പോയത്? അതിനുത്തരമായി പാർഷദന്മാർ ഇപ്രകാരം പറഞ്ഞു: ഏത് ബ്രഹ്മാണ്ഡത്തിലാണോ വാമനാവതാരവും കൃഷ്ണിഗർഭ അവതാരവും ഉണ്ടായത്, അതേ ബ്രഹ്മാണ്ഡത്തിലേക്കാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ കൃഷ്ണവിരഹത്താൽ വ്യാകുലനായിത്തീർന്ന മഹർഷി ഇതേ ബ്രഹ്മാണ്ഡത്തിലേക്ക് തിരിച്ചുവന്ന ശേഷം മഹാദേവന്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പോയി. അവിടെ ശിവൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഹർഷി മഹാദേവനെ വണങ്ങിയ ശേഷം ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മഹാദേവ, ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെ അന്വേഷിച്ച് എല്ലായിടത്തും തിരഞ്ഞു. എന്നാൽ ഗോലോകധാമത്തിൽ പോലും ഭഗവാനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പ്രഭോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാണെന്ന് ദയവായി പറഞ്ഞു തന്നാലും. അതിനുത്തരമായി മഹാദേവൻ പറഞ്ഞു: ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന ഹംസമുനിയെ രക്ഷിച്ച ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ വൃന്ദാവനത്തിലെ രാസലീലയിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ ശ്രീകൃഷ്ണൻ 6 മാസം ദൈർഘ്യമുള്ള ഒരു രാത്രി സൃഷ്ടിച്ചിട്ടുണ്ട്. താൻ രാസലീല കാണാൻ പോകുകയാണെന്നും മഹർഷിയോട് തന്നോടൊപ്പം വന്നുകൊള്ളാനും മഹാദേവൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 24-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.
ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവനഖണ്ഡം. അധ്യായം 25. പരമേശ്വരനും ആസുരമുനിയും ഗോപികമാരുമായി കൃഷ്ണദർശനം നേടുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു, ആസുരമുനിയും മഹാദേവനും യാത്ര ചെയ്ത് ശ്രീകൃഷ്ണ ദർശനത്തിനു വേണ്ടി വൃന്ദാവനത്തിലെത്തി. അവർ വൃന്ദാവനത്തിലെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യമുനാതടത്തിലേക്ക് പോയി. ഗോലോകവാസിനിമാരായ ഗോപികമാർ കയ്യിൽ വടിയുമായി അവിടെ ഉലാത്തുന്നുണ്ടായിരുന്നു. അവർ മഹാദേവനെയും ആസുരമുനിയെയും തടഞ്ഞു നിർത്തി. ശ്രീകൃഷ്ണ ദർശനത്തിനു വേണ്ടിയാണ് അവർ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗോപികമാർ ഇപ്രകാരം പറഞ്ഞു: ഈ ഏകാന്ത സ്ഥലത്ത് ഗോപികമാർ ഒഴികെ മറ്റാർക്കും പ്രവേശനം അനുവദനീയമല്ല. രാസമണ്ഡലത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാനസരോവരത്തിൽ പോയി സ്നാനം നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഗോപികമാരുടെ രൂപം പ്രാപ്യമാകും. അതിനുശേഷം രാസമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാം. ദ്വാരപാലികമാരുടെ നിർദ്ദേശാനുസരണം അവർ രണ്ടുപേരും മാനസരോവരത്തിൽ കുളിച്ച് ഗോപിസ്വരൂപം സ്വീകരിച്ച് രാസമണ്ഡലത്തിൽ പ്രവേശിച്ചു. പൂത്തുലഞ്ഞ കടമ്പവൃക്ഷങ്ങളും ചന്ദ്രശോഭയും അവിടെ ദൃശ്യമായിരുന്നു. മയിലുകളുടെയും കുയിലുകളുടെയും മനോഹര ശബ്ദങ്ങൾ അവർക്ക് അവിടെ ശ്രവിക്കാമായിരുന്നു. ശ്രീകൃഷ്ണനെ കണ്ട ഉടനെ തന്നെ മഹാദേവനും ആസുരമുനിയും ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ചു. അതിൽ പ്രസന്നനായ കൃഷ്ണൻ മുനിയോട് ഇപ്രകാരം പറഞ്ഞു: അനേകം വർഷങ്ങൾ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എന്നെ ദർശിക്കാൻ സാധിച്ചത്. നിങ്ങൾ രണ്ടുപേർക്കും എന്ത് വരമാണ് വേണ്ടത്? അതിനുത്തരമായി ആസുരി മഹർഷിയും മഹാദേവനും ഇങ്ങനെ പറഞ്ഞു: സദാ വൃന്ദാവനത്തിൽ താമസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ഭഗവാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ശിവനും ആസുരമുനിയും മനോഹര വൃന്ദാവനത്തിൽ വംശീവട വൃക്ഷത്തിനു സമീപം രാസമണ്ഡല മണ്ഡിതമായ കാളിന്തി തീരത്തിലുള്ള നികുഞ്ചത്തിൽ നിത്യവാസം ആരംഭിച്ചു. ഭഗവാൻ 6 മാസം ദൈർഘ്യമുള്ള രാത്രിയുണ്ടാക്കി. അവിടെ കൃഷ്ണൻ ഗോപികമാർക്കൊപ്പം വീണ്ടും രാസലീല ആരംഭിച്ചു. ഗോപികമാർക്ക് അത് ഒരു നിമിഷം പോലെയാണ് തോന്നിയത്. അങ്ങനെ അവരുടെ മനോരഥം പൂർണ്ണമായി. രാവിലെയായപ്പോൾ എല്ലാവരും സ്വഭവനങ്ങളിൽ തിരിച്ചെത്തി. കൃഷ്ണൻ നന്ദഭവനത്തിലേക്കും രാധ വൃഷഭാനുഗ്രഹത്തിലേക്കും തിരിച്ചുപോയി. ഭഗവാന്റെ ഈ രാസലീല ശ്രവിക്കുന്നത് വളരെ പുണ്യപ്രദവും മനോരഥപൂരകവും മംഗളദായകവുമാണെന്നു നാരദൻ കൂട്ടിച്ചേർത്തു. ശേഷം ബഹുലാശ്വനോട് ഇപ്രകാരം ചോദിച്ചു: ഇനി എന്താണ് താങ്കൾക്ക് അറിയേണ്ടത്? ഇവിടെ 2 ഖണ്ഡത്തിലെ 25 അധ്യായം സമാപിക്കുന്നു. ആസുരമുനിയും മഹാദേവനും ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരി ഓം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ദേവദേവ ജഗത്പദേ പുണ്ടരീകാക്ഷ ഗോവിന്ദ ഗരുഡധ്വജ തേ നമഃ. ജനാർദ്ദന ജഗന്നാഥ പത്മനാഭ ത്രിവിക്രമ ദാമോദര ഋഷികേശ വാസുദേവ നമോസ്തുതേ. അദ്യൈവ ദേവ പരിപൂർണതമസ്തു സാക്ഷാത് ഭൂഭൂരിഭാരഹരണായ സദാം ശുഭായ. പ്രാപ്തോ അസി നന്ദഭവനീ പരതഃ പരസ്ത്വം കൃത്വാ ഹി സർവനിജലോകമശേഷശൂന്യം. അംശാംശകാംശകകലാഭിരുതാഭിരാമ ആവേശപൂർണനിജയാഭിരതീവയുക്ത. വിശ്വം ബിഭർഷി രസരാസമലം കരോഷി വൃന്ദാവനം ച പരിപൂർണതമസ്വയം ത്വം. ഗോലോകനാഥ ഗിരിരാജപദേ പരേശ വൃന്ദാവനേശ കൃത നിത്യവിഹാരലീല. രാധാപദേ വ്രജവധൂജനഗീതകീർത്തേ ഗോവിന്ദ ഗോകുലപദേ കില ദേ ജയോ അസ്തു. ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവനഖണ്ഡം. അധ്യായം 26. വിരജാനദി സമുദ്രോൽപത്തി വർണ്ണന. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു: ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടുന്നവരുടെ ആത്മാക്കളെല്ലാം ഭഗവാനിൽ തന്നെയാണ് അലിഞ്ഞു ചേർന്നത്. എന്നാൽ ശംഖചൂഡന്റെ ആത്മാവ് ശ്രീകൃഷ്ണന്റെ ചങ്ങാതിയായ ശ്രീദാമാവിൽ ലയിക്കുവാൻ കാരണം എന്താണ്? അല്ലയോ മഹർഷി, ദയവായി എന്റെ ഈ സംശയം ദൂരീകരിച്ചു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു: ഗോലോകധാമത്തിൽ വച്ച് നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണമായത്. അത് ഞാൻ വിവരിച്ചു തരാം. രാധ, വിരജ, ഭൂദേവി എന്നിങ്ങനെ 3 സഖിമാർ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഭഗവാന് ഏറ്റവും പ്രിയം രാധയോടായിരുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ വിരജയോടൊപ്പം ഒരു ഏകാന്ത നികുഞ്ചത്തിൽ വിഹരിക്കുകയായിരുന്നു. മറ്റ് സഖിമാരിൽ നിന്നും ഈ കാര്യം അറിഞ്ഞ രാധ വളരെ ദുഃഖിതയായി. അപ്പോൾ രാധ ഒരു രഥത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ ശ്രീകൃഷ്ണന്റെ ചങ്ങാതിയായ ശ്രീദാമാവ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദാമാവിനെ മറികടന്ന് രാധ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീദാമാവ് രാധയെ തടഞ്ഞു.
അതിൽ കുപിതയായ രാധ ശ്രീദാമാവിനൊപ്പം കലഹത്തിൽ ഏർപ്പെട്ടു. ആ കലഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാധയെ പേടിച്ച് വിരജ ഒരു നദിയായി പരിണമിച്ച ശേഷം ഗോലോകധാമത്തിൽ ഒഴുകുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായതും വിരജ നദിയായി മാറിയതും അറിഞ്ഞ രാധ സ്വന്തം നികുഞ്ചത്തിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് നദിരൂപം ധരിച്ച വിരജയെ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും മനോഹരിയായ യുവതിയായി രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം ഭഗവാൻ വിരജയുമായി രമിച്ചു. കാലക്രമേണ വിരജയ്ക്ക് 7 പുത്രന്മാർ ജനിച്ചു. ഒരു ദിവസം ആ 7 പുത്രന്മാരും തമ്മിൽ കലഹത്തിൽ ഏർപ്പെട്ടു. ആ കലഹത്തിനിടെ മൂത്ത 6 പേരും ചേർന്ന് ഏറ്റവും ഇളയ പുത്രനെ പ്രഹരിച്ചു. ആ വിഷമത്തിൽ ഇളയപുത്രൻ അമ്മയുടെ മടിയിൽ കയറി അഭയം പ്രാപിച്ചു. വിരജ പുത്രന്മാരെ ശകാരിച്ചു. പക്ഷേ അവരുടെ തർക്കവും ബഹളവും കേട്ടുടൻ ഭഗവാൻ അപ്രത്യക്ഷനായി. ശ്രീകൃഷ്ണ വിരഹത്താൽ ദുഃഖിതയായ വിരജ കോപത്താൽ സ്വന്തം പുത്രന്മാരെ ഇപ്രകാരം ശപിച്ചു: ദുർബുദ്ധികളെ, ശ്രീകൃഷ്ണവിരഹത്തിന് കാരണമായതിനാൽ നിങ്ങൾ 7 പേരും ജലമായിത്തീരും. ഓരോരുത്തർക്കും വേറിട്ടൊഴുക്ക് ഉണ്ടായിരിക്കും. പ്രളയകാലം വരെ നിങ്ങൾ ഒരിക്കലും തമ്മിൽ കൂടിച്ചേരുകയില്ല എന്നും വിരജ ശപിച്ചു. ഇപ്രകാരം മാതൃശാപത്താൽ അവർ ബ്രഹ്മാണ്ഡത്തിലെത്തി. അങ്ങനെ അവർ ഉപ്പുവെള്ളം നിറഞ്ഞ ലവണസമുദ്രമായും കരിമ്പിന്നീർ നിറഞ്ഞ ഇക്ഷുസമുദ്രമായും മദ്യം നിറഞ്ഞ സുരാസമുദ്രമായും നെയ്യ് നിറഞ്ഞ സർപ്പിസമുദ്രമായും തൈർ നിറഞ്ഞ ദധിസമുദ്രമായും പാൽ നിറഞ്ഞ ക്ഷീരസമുദ്രമായും ശുദ്ധജലം നിറഞ്ഞ മഹാസമുദ്രമായും രൂപാന്തരപ്പെട്ടു. ഇവ 7 പരസ്പരം കൂടിച്ചേരാതെ വ്യത്യസ്ത ലോകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. പുത്രന്മാരെ നഷ്ടപ്പെട്ട വിരജ അത്യന്തം ദുഃഖിതയായി. അത് കണ്ട ശ്രീകൃഷ്ണൻ വിരജയുടെ സമീപത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞു: പ്രിയേ, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്റെ തേജസ്സാൽ നിന്റെ പുത്രന്മാർക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. അവർ സുരക്ഷിതരായിരിക്കും. അതിനുശേഷം രാധയെ ആശ്വസിപ്പിക്കുവാനായി ശ്രീകൃഷ്ണൻ തന്റെ സുഹൃത്തായ ശ്രീദാമാവിനോടൊപ്പം രാധയെ കാണാൻ പുറപ്പെട്ടു. ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ രാധാദേവി അഹംഭാവത്തിൽ ഇപ്രകാരം പറഞ്ഞു: പുതിയ ബന്ധം ലഭിച്ച സ്ഥലത്തേക്ക് തന്നെ തിരികെ പോയിക്കൊള്ളൂ. വിരജ നദിയായെങ്കിൽ അവൾക്കു സഖ്യമായി താങ്കളും ഒരു മഹാനദിയായി മാറി അവളുടെ സമീപത്തേക്ക് തന്നെ പോയാലും. ഇനി നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇപ്രകാരമുള്ള രാധയുടെ അധിക്ഷേപവാക്കുകൾ കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ വീണ്ടും വിരജയുടെ സമീപത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. എന്നാൽ ശ്രീദാമാവ് രോഷാകുലനായി ശേഷം ഇപ്രകാരം പറഞ്ഞു: ശ്രീകൃഷ്ണൻ അസംഖ്യ ബ്രഹ്മാണ്ഡങ്ങളുടെ അധിപതിയാണ്. പരിപൂർണത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് രാധ ധിക്കരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ വാക്കുകൾ ശ്രവിച്ച രാധ അതിയായ കോപത്തോടെ ശ്രീദാമാവിനെ ഇപ്രകാരം ശപിച്ചു: ഹേ വിഡ്ഢി, പിതാവിനെ സ്തുതിച്ചുകൊണ്ട് മാതാവായ എന്നെ ധിക്കരിക്കുന്നതിനാൽ നീ ഒരു രാക്ഷസനായി മാറും. അതിനാൽ നീ ഗോലോകത്തിൽ നിന്ന് പുറത്തുപോകുക. അപ്പോൾ ശ്രീദാമാവും രാധയെ ശപിച്ചു: ഹേ രാധേ, ശ്രീകൃഷ്ണൻ എപ്പോഴും താങ്കൾക്ക് അനുകൂലമായാണ് പെരുമാറുന്നത്. അതാണ് അവിടത്തേക്ക് ഇത്ര അഹങ്കാരം തോന്നാൻ കാരണം. അതിനാൽ 100 വർഷം ഭഗവാന്റെ വിരഹവേദന താങ്കൾക്ക് സഹിക്കേണ്ടതായി വരും. പരസ്പര ശാപത്താൽ ഇരുവരും ദുഃഖിതരായിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനായി അവരെ ഇപ്രകാരം ആശ്വസിപ്പിച്ചു: രാധേ, എനിക്ക് നിന്റെ ശാപം നിഷ്പ്രഭമാക്കാൻ സാധിക്കും. എന്നാൽ എന്റെ ഭക്തരുടെ വാക്കുകൾ ഒരിക്കലും വ്യർത്ഥമാകുകയില്ല. രാധികെ, നീ ദുഃഖിക്കാതിരിക്കൂ. വിരഹകാലത്ത് എല്ലാ മാസവും നിനക്കെന്റെ ദർശനം ലഭിക്കുന്നതാണ്. വരാഹകൽപ്പത്തിൽ ഞാൻ ബ്രഹ്മാണ്ഡത്തിലേക്ക് പോകുമ്പോൾ നീയും എന്നോടൊപ്പം ഭൂമിയിലേക്ക് വരും. ശ്രീദാമാവേ, നീയും ദുഃഖിക്കേണ്ട. നിന്റെ ഒരംശം അസുരനായി ജനിക്കും. വൈവസ്വതമന്വന്തരത്തിൽ രാസമണ്ഡലത്തിൽ വച്ച് ആ അസുരനെ ഞാൻ തന്നെ നിഗ്രഹിക്കും. ഇപ്രകാരം ശ്രീദാമാവിന്റെ ഒരംശം യക്ഷലോകത്ത് ശംഖചൂടനായി ജന്മമെടുത്തു. കുബേരന്റെ വിശ്വസ്ത സേവകനായിത്തീർന്ന അവൻ ഒടുവിൽ ഭഗവാന്റെ കരങ്ങളാൽ സംഹരിക്കപ്പെട്ടു. അപ്പോൾ അവന്റെ ആത്മാവ് ശ്രീദാമാവിൽ തന്നെ ലയിച്ചു ചേർന്നു. സകല ചരാചരങ്ങളുടെയും നിയന്താവായ ഭഗവാൻ തന്റെ ലീലയാൽ സർവ്വകാര്യങ്ങളും ഇപ്രകാരം ഭംഗിയായി നടത്തിവരുന്നു. സർവസ്വരൂപനായ ആ പരമാത്മാവിന് ഇതൊന്നും ഒരു അത്ഭുതമല്ല. ആ സർവേശ്വരനെ നാം നമസ്കരിക്കുന്നു. നാരദൻ തന്റെ വാക്കുകൾ തുടർന്നു: ഭഗവാന്റെ അതിമനോഹരമായ ഈ വൃന്ദാവന ലീലകൾ ഞാൻ അങ്ങേക്ക് വിവരിച്ചു തന്നു. ഭക്തിയോടെ ഇത് കേൾക്കുന്ന ഏവരും ആ പരമപദം പ്രാപിക്കുന്നു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 26-ാം അധ്യായം സമാപിക്കുന്നു. വൃന്ദാവനഖണ്ഡം സമാപ്തം. ഹരി ഓം.